ഹായ്, വെൽക്കം ടു എഡ്യൂഗാനറ്റ്. ഞാൻ കലാദീപക്. ഇന്നത്തെ സെഷനിൽ നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത് സിലോജിസത്തിൻ്റെ പോസിബിലിറ്റി എന്നുള്ള കേസാണ്. അപ്പോൾ ഇതിനു മുൻപ് നമ്മൾ സിലോജിസത്തിൻ്റെ ബേസിക് ക്ലാസ്സസിൻ്റെ ബേസിക് കാര്യങ്ങളുടെയൊക്കെ 2 ക്ലാസ് ഇട്ടിട്ടുണ്ട് കുറേ നാൾക്ക് മുമ്പ് തന്നെ. പിന്നെ റീസെൻ്റ്ലി നമ്മൾ സിലോജിസത്തിൻ്റെ ഒള്ളി കേസിൻ്റെ മാത്രവും ഒള്ളി എ ഫ്യൂവിൻ്റെ മാത്രവും ഒക്കെ വീഡിയോ നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഇട്ടപ്പോൾ കുറേ കുട്ടികൾക്ക് പോസിബിലിറ്റിയുടെ പ്രോബ്ലം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ വിചാരിച്ചു ശരി എന്നാൽ പോസിബിലിറ്റിയുടെ ഒരു ക്ലാസ് ആയേക്കാം. ഓക്കെ, അപ്പോൾ പോസിബിലിറ്റിയുടെ പ്രശ്നം നമുക്ക് ഇന്നത്തോടുകൂടി സോൾവ് ആക്കിയെടുക്കണം. ഓക്കെ, അപ്പോൾ എല്ലാവരും റെഡി ആയിട്ടിരിക്കണം. അപ്പോൾ അതിന് നമുക്ക് എന്തൊക്കെ വേണം? ഒരു ബുക്കും പേനയും കയ്യിൽ വെച്ചിരിക്കണം. എന്തെങ്കിലും അവിടെ കിടക്കുന്ന ഒരു ബുക്ക് എടുക്കരുത്, ഒരു നല്ല ബുക്ക് എടുക്കുക. ഓക്കെ, ആഫ്റ്റർ ഓൾ നമ്മൾ പഠിക്കാൻ പോകുന്നത് സിലോജിസത്തിൻ്റെ അത് പോസിബിലിറ്റിയാണ് അല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ പഠിക്കുന്ന യൂസ് ചെയ്യുന്ന ബുക്ക് തന്നെ എടുക്കുക. പിന്നെ പൂർണ്ണമായിട്ടും ശ്രദ്ധ ഇവിടെ ആയിരിക്കണം. ഹെഡ്സെറ്റ് വെച്ചാൽ നല്ലതായിരിക്കും, അപ്പോൾ നമ്മുടെ ഡിസ്റ്റർബൻസ് ഒന്നും വരത്തില്ലല്ലോ. പിന്നെ ശ്രദ്ധിച്ചിരിക്കുക. പിന്നെ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ അയ്യോ ഇതെന്തോ വലിയ സംഭവമാണ് ഞാൻ പഠിക്കാൻ പോകുന്നത് എന്നുള്ള മെൻറ്റാലിറ്റിയിൽ ഇരിക്കരുത്. അത് വേണ്ട നമുക്ക്. ഇത് നിസ്സാരപ്പെട്ടൊരു സാധനം, അത് നമ്മൾ പഠിച്ചെടുക്കാൻ പോകുന്നു, അത്രയേ ഉള്ളൂ. അപ്പോൾ നേരത്തെ ഒള്ളി ഫ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്തിട്ടുള്ളവർക്ക് അറിയാം അല്ലേ. അതുവരെ നിങ്ങളതെന്തോ വലിയ സംഭവമായിട്ട് കൺസിഡർ ചെയ്തുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് അത് പിടിയിട്ടില്ലേ അല്ലേ. നിസ്സാരം 10-20 മിനിറ്റത്തെ കാര്യം കഴിഞ്ഞപ്പോൾ അത് പഠിച്ചെടുത്തു നമ്മൾ അല്ലേ. ഇപ്പോൾ നമുക്ക് ഏത് ക്വസ്റ്റനും ആ ഒരു കേസിൽ വരുമ്പോൾ ചെയ്യാൻ സാധിക്കുന്നില്ലേ. അതുപോലേ ഉള്ളൂ. പോസിബിലിറ്റി എടുത്തും ഒരു ചെറിയ ചിന്താഗതിയുടെ കാര്യം അത്രയേ ഉള്ളൂ. അതങ്ങോട്ട് കിട്ടിക്കഴിഞ്ഞാൽ അത് ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് കിട്ടും ഉറപ്പ്. അതങ്ങോട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഫിനിഷ്ഡ്. പിന്നെ നമുക്ക് ഏത് ക്വസ്റ്റനും ചെയ്യാൻ പറ്റും. പിന്നെ ചെയ്യേണ്ടത് എന്താണ്? നമ്മൾ കുറേ പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. കുറേ പ്രാക്ടീസ് ചെയ്യുമ്പോൾ തുടക്കത്തിൽ നമുക്ക് ചില പ്രശ്നങ്ങളൊക്കെ വരും. നമ്മൾ വിചാരിക്കും ശരി ഇത് ഇത്രയൊക്കെ പഠിച്ചിട്ട് ഇങ്ങോട്ട് കത്തുന്നില്ലോ എന്നൊക്കെ തോന്നും. പക്ഷേ വിട്ടു കൊടുക്കരുത്. കുറച്ചും കൂടെ പ്രാക്ടീസ് ചെയ്ത് വരുമ്പോഴത്തേക്ക് പോസിബിലിറ്റി അങ്ങ് ശരിയായിക്കോളും, ഉറപ്പാണ് കേട്ടോ. പിന്നെ നമുക്ക് പോസിബിലിറ്റിയുടെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്തെടുക്കാൻ സാധിക്കും. അപ്പോൾ ഇത് നമുക്ക് ആദ്യമേ ഞാൻ അതിൻ്റെ കുറച്ചൊരു എന്താ പറയുക, നമ്മുടെ ഒരു ചിന്താഗതിയുടെ ഒരു കാര്യം ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അത് എന്താണ് സംഭവം എന്നുള്ളത് ഞാൻ കുറച്ച് ബേസിക് ആയിട്ടൊന്ന് പറഞ്ഞുതരാം. അതിനുശേഷം നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് പോസിബിലിറ്റി വരുന്ന കുറച്ച് കേസുകൾ നമുക്ക് സോൾവ് ചെയ്ത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോഴത്തേക്ക് ശരിയാവും. അപ്പോൾ ആദ്യമേ നമുക്കിതിൻ്റെ നമ്മൾ ഇതുവരെ ചെയ്തു വന്നിട്ടുള്ളത് നമ്മുടെ സാധാ സിലോജിസമാണ് അല്ലേ. അപ്പോൾ ഒന്നാമത്തെ കാര്യം ആ സിലോജിസം തറവാണെന്ന് ഉറപ്പുവരുത്തണം. അതായത് നമ്മുടെ പോസിബിലിറ്റി ഒന്നുമില്ലാതെ വെറുതെ 2 സ്റ്റേറ്റ്മെൻറ്റ് 2 കൺക്ലൂഷൻ വരുന്ന സിമ്പിൾ കേസില്ലേ, അത് നമുക്ക് തറവായിരിക്കണം. അത് തറവാണെന്നുള്ള ഉറപ്പ് ആക്കിയതിന് ശേഷം മാത്രമേ പോസിബിലിറ്റി പഠിച്ചു തുടങ്ങാവൂ കേട്ടോ. അത് നിർബന്ധമാണ്. അത് തറവാണെങ്കിൽ നമുക്ക് പോസിബിലിറ്റി വലിയ ബുദ്ധിമുട്ട് വരത്തില്ല. ഇത് അതും തറവാക്കാതെ പോസിബിലിറ്റി പഠിക്കാൻ നോക്കുമ്പോഴാണ് നമുക്ക് പ്രശ്നം വരുന്നത്. ഓക്കെ, അപ്പോൾ പോസിബിലിറ്റി എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? ഒരു സാധ്യത അല്ലേ. അപ്പോൾ നമുക്ക് ഡെഫിനറ്റ് ആയിട്ടുള്ളൊരു കൺക്ലൂഷൻ്റെ കേസിൽ ഉദാഹരണത്തിന് ഇതാണ്ട് ഇവിടെ ശ്രദ്ധിച്ചോളൂ. സം ബുക്ക് ആർ പെൻ. ഇങ്ങനെ ഇത് കൺക്ലൂഷനാണേ. സ്റ്റേറ്റ്മെൻറ്റ് എന്തെങ്കിലും ആവട്ടെ, അതവിടെ പോട്ടെ. കൺക്ലൂഷൻ നമുക്ക് തന്നിരിക്കുന്നത് സം ബുക്ക് ആർ പെൻ എന്നാണ്. ഓക്കെ, അപ്പോൾ സാധാരണഗതിയിൽ ഇത് പോസിബിലിറ്റി ഒന്നും അല്ലേ, ഒരു ഡെഫിനറ്റ് കൺക്ലൂഷൻ സം ബുക്ക് ആർ പെൻ. ഇത് നമ്മൾ എങ്ങനെയാണ് നോക്കുക? നമുക്ക് തന്നിരിക്കുന്ന 2 സ്റ്റേറ്റ്മെൻറ്റ്സ് നോക്കും, 2 3 എത്ര ആയിക്കോട്ടെ. ആ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് അല്ലേ, 2 സ്റ്റേറ്റ്മെൻ്റ് ആണെന്ന് ഇരിക്കട്ടെ. ഈ 2 സ്റ്റേറ്റ്മെൻറ്റ് അത് ഓളോ സമ്മോ നോയോ എന്താണെങ്കിലും ആവാം അല്ലേ. എന്ത് തന്നെയാണെങ്കിലും ഈ 2 സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ അസസ് ചെയ്യും അല്ലേ. ഈ 2 സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് ഏതെങ്കിലും രീതിയിൽ ഇങ്ങനൊരു കൺക്ലൂഷൻ ഒബ്റ്റെയിൻ ചെയ്യാൻ സാധിക്കുമോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യും അല്ലേ. നമ്മൾ പഠിച്ചിട്ടുള്ള റൂൾസും കണ്ടീഷനും ഒക്കെ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ നോക്കും കിട്ടുന്നുണ്ടെങ്കിൽ ഓക്കെ, കിട്ടുന്നില്ലെങ്കിൽ നമ്മളത് പറയും തെറ്റാണെന്ന് പറയും അല്ലേ. കിട്ടിയാൽ കിട്ടി, ഇല്ലെങ്കിലില്ല. ഇനി ഇങ്ങനെയാണ് കൺക്ലൂഷൻ വരുന്നതെങ്കിൽ, അതായത് അതേ സാധനം പക്ഷെ അതിൻ്റെ കൂടെ അറ്റാച്ച്മെൻറ്റും കൂടെ വന്നു, ഈസ് എ പോസിബിലിറ്റി. ഇങ്ങനെ ഒരു സംഭവം വരുമ്പോൾ നമ്മുടെ ചിന്താഗതിയിൽ ഒരു മാറ്റം വരുത്തണം. അതായത് ഈസ് എ പോസിബിലിറ്റി എന്ന് പറയുമ്പോൾ അവർ ഉദ്ദേശിക്കുന്നത് എന്തെങ്കിലും ഒരു സാധ്യത ഉണ്ടോ എന്നാണ് അല്ലേ. അപ്പം നമ്മൾ ഒന്നും കൂടെ നോക്കണം, 1% ചാൻസ് എങ്കിലും അവിടെ കിടപ്പുണ്ടോ? ഉറപ്പൊന്നും വേണ്ട അല്ലേ. മറ്റത് ഇതില്ലെങ്കിൽ നമുക്ക് ഉറപ്പ് വേണം അല്ലേ. ഉറപ്പുണ്ടെങ്കിലേ നമ്മൾ മാർക്ക് ചെയ്യത്തുള്ളൂ. ഈ പോസിബിലിറ്റിയും കൂടെ വരുമ്പോൾ നമ്മൾ എന്ത് നോക്കിയാൽ മതി? എന്തെങ്കിലും ഒരു സാധ്യത അവിടെ ഉണ്ടെങ്കിൽ നമുക്കത് ഓക്കെ ആണെന്ന് ടിക്ക് ചെയ്യാം. ഒട്ടും സാധ്യതയില്ലെങ്കിൽ വേണ്ട എന്ന് പറയാം. ഓക്കെ, ഇനി നമ്മൾ അടുത്തായിട്ട് നോക്കാൻ പോകുന്നത് ഇതെങ്ങനെയാണ് ഈ എന്തെങ്കിലും സാധ്യത ഉണ്ടെങ്കിൽ ഓക്കെ, ഒട്ടും സാധ്യതയില്ലെങ്കിൽ തെറ്റ് എന്ന് പറഞ്ഞു. ശരി, ഇതെങ്ങനെയാണ് ഇത് നോക്കുക അല്ലേ. എന്തെങ്കിലും ഒരു സാധ്യതയുണ്ടോ അതോ തീരെ സാധ്യതയില്ലേ എന്നുള്ളത് എങ്ങനെയാണ് നോക്കുക? അതാണ് ഇപ്പോൾ നമ്മുടെ സംശയം അല്ലേ. അപ്പം നമുക്ക് ഒരു ക്വസ്റ്റ്യൻ എഴുതിയിട്ട് ഞാനത് പറഞ്ഞുതരാം. ഓക്കെ, നോക്കിയാട്ടെ. ഇതാണ് ഞാൻ 2 സ്റ്റേറ്റ്മെൻറ്റ്സ് എഴുതിയിട്ടുണ്ട്. അത് 2 ഓൾ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. എന്നിട്ട് ഞാൻ ഒരു കൺക്ലൂഷനെ തൽക്കാലം എഴുതിയോളെ, പിന്നെ നമുക്ക് ആഡ് ചെയ്യാം.
അപ്പോൾ ആ കൺക്ലൂഷൻ ഒന്ന് വായിച്ചു നോക്കിയേ. നോ റെഡ് ആർ ഓറഞ്ച് ഈസ് എ പോസിബിലിറ്റി. പോസിബിലിറ്റി ആണേ, ഞാനൊന്ന് ചുരുക്കി എഴുതിയെന്നേ ഉള്ളൂ, എപ്പോഴും നീട്ടി എഴുതണ്ടല്ലോ, അതുകൊണ്ടൊന്ന് ചുരുക്കിയെന്നേ ഉള്ളേ. നോ റെഡ് ആർ ഓറഞ്ച് ഈസ് എ പോസിബിലിറ്റി. ആരൊക്കെ തമ്മിലാണ് ചോദിച്ചിരിക്കുന്നത്? റെഡും ഓറഞ്ചും തമ്മിൽ അല്ലേ. അപ്പോൾ ആദ്യം എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ രണ്ട് വാക്കുകളില്ലേ, റെഡും ഓറഞ്ചും, ഈ റെഡും ഓറഞ്ചും തമ്മിൽ ഈ സ്റ്റേറ്റ്മെൻറ്റുകളിൽ നിന്ന് എന്താണ് കിട്ടുക എന്നൊന്ന് നോക്കിക്കേ. ഈ രണ്ട് സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് റെഡും ഓറഞ്ചും തമ്മിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കൺക്ലൂഷൻ കിട്ടുന്നുണ്ടോ? കിട്ടുന്നുണ്ടെങ്കിൽ അതെന്താണ്? വളരെ സിമ്പിൾ. ഇത് രണ്ട് ഓൾ സ്റ്റേറ്റ്മെൻ്റ് ആണ് അല്ലേ. ബ്ലൂ എന്ന് പറയുന്ന വേർഡ് കറക്റ്റ് ആംഗിളിലും ഉണ്ട്, നമുക്ക് ഈസി ആയിട്ട് കമ്പൈൻ ചെയ്യാം അല്ലേ. ഓൾ പ്ലസ് ഓൾ റെഡ് ആർ ഓറഞ്ച് എന്നാണ് നമുക്ക് കിട്ടുന്നത് അല്ലേ. നമുക്ക് വളരെ ഈസി ആയിട്ട് പറയാൻ പറ്റും ഓൾ റെഡ് ആർ ഓറഞ്ച്. ഇനി നിങ്ങൾക്ക് ഒരു പോസിബിലിറ്റിയും നിങ്ങൾ അറിയണ്ട, ഒരു പോസിബിലിറ്റി അറിയണ്ട, ചുമ്മാ കോമൺ സെൻസ് വെച്ചൊന്ന് പറയാം. ഓക്കെ, ഇതിപ്പോൾ കമ്പൈൻ ചെയ്തപ്പോൾ നിങ്ങൾ തന്നെയാണ് എനിക്ക് പറഞ്ഞു തന്നത് ഓൾ റെഡ് ആർ ഓറഞ്ച് എന്ന് അല്ലേ. ഓൾ റെഡ് ആർ ഓറഞ്ചിൻ്റെ അർത്ഥം എന്തുവാ? എല്ലാ റെഡും ഓറഞ്ചാണ്. ശരി, അപ്പോൾ അവർ ചോദിച്ചിരിക്കുന്നു നോ റെഡ് ആർ ഓറഞ്ച് ഇസ് എ പോസിബിലിറ്റി എന്ന്. എന്തെങ്കിലും ഒരു സാധ്യത കാണുന്നുണ്ടെങ്കിൽ പറയണം. 1% സാധ്യതയെങ്കിലും ഉണ്ടോ? ഒരു റെഡും, നോ റെഡ് ആർ ഓറഞ്ച്, അതായത് ഒരു റെഡും ഓറഞ്ച് അല്ല എന്നാണ് ആ പറഞ്ഞിരിക്കുന്നതിൻ്റെ അർത്ഥം. അതിന് എന്തെങ്കിലും ഒരു സാധ്യത നിങ്ങൾ കാണുന്നുണ്ടോ? ഒരു സാധ്യതയില്ല അല്ലേ, 1% സാധ്യത പോലും ഇല്ല. വാട്ട് ഇസ് ദ റീസൺ? വൈ? ബിക്കോസ് ഇത് കമ്പൈൻ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഓൾ റെഡ് ആർ ഓറഞ്ച് എന്നാണ്. ഓൾ റെഡ് ആർ ഓറഞ്ചിൻ്റെ അർത്ഥം എന്താണ്? മുഴുവൻ റെഡും ഓറഞ്ച് ആണ് എന്ന് കിട്ടുന്നവരടുത്ത് ഒരു റെഡും ഓറഞ്ച് ആവത്തില്ലെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു സാധ്യത പറയാൻ പറ്റുമോ? ഒന്നുമില്ല. അബ്സല്യൂട്ട്ലി നത്തിങ്. ദിസ് ഇസ് ഡെഫിനറ്റ്ലി റോങ്. ഒരു സാധ്യതയുമില്ല, ഒരു സാധ്യതയില്ല. അതിൻ്റെ കാരണമെന്ന് നമ്മൾ പറഞ്ഞു. എന്താ കാരണം എന്ന് ചോദിച്ചാൽ എന്തുകൊണ്ട് സാധ്യതയില്ലെന്ന് ഒരാൾ ചോദിച്ചാൽ അതിൻ്റെ റീസൺ ബിക്കോസ് ഓൾ റെഡ് ആർ ഓറഞ്ച്. പിന്നെ ഇങ്ങനെ ഒരു റെഡും ഓറഞ്ച് ആവാതിരിക്കുന്നത് അതൊരു മണ്ടത്തരോ അല്ലേ. അപ്പോൾ അത് തെറ്റെന്ന് നമ്മൾ പറയും. ഇനി some blue are not red is a possibility. Some blue are not red. വേർഡ്സ് നോക്കിക്കോണേ ആദ്യമേ. വേർഡ്സ് എന്തൊക്കെയാണ്? ബ്ലൂവും റെഡും. ഇനി ആദ്യമേ നോക്ക്, ബ്ലൂവും റെഡും തമ്മിൽ എന്താണ് ഇവിടുന്ന് കിട്ടുക? ബ്ലൂവും റെഡും തമ്മിൽ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് മാത്രം നോക്കിയാൽ മതി, കോമ്പിനേഷൻ്റെ ആവശ്യമൊന്നുമില്ല അല്ലേ. അവിടെ തന്നെ ബ്ലൂവും റെഡും കിടപ്പുണ്ട്. അപ്പോൾ നമുക്ക് ഓള് റിവേഴ്സിബിൾ അല്ല, പക്ഷേ നമുക്കറിയാം ഓളിൽ നിന്ന് രണ്ട് സം പറയാൻ പറ്റും അല്ലേ. സോ ഓൾ റെഡ് ആർ ബ്ലൂ എന്ന് നമുക്ക് എന്തൊക്കെ പറയാം? സം റെഡ് ആർ ബ്ലൂ എന്നും പറയാം, അതുപോലെ തന്നെ സം ബ്ലൂ ആർ റെഡ് എന്നും പറയാം. നമ്മൾ ആദ്യമേ പഠിച്ചിട്ടുണ്ട് അല്ലേ. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഇതൊക്കെ പഠിക്കുന്ന മുമ്പേ അതെല്ലാം തറവായിരിക്കണമെന്ന്. അതെല്ലാം പച്ചവെള്ളം പോലെ അറിയാമെങ്കിലേ പോസിബിലിറ്റിയിലോട്ട് കടക്കാവൂ കേട്ടോ. അപ്പോൾ ഓളിൽ നിന്ന് നമുക്ക് രണ്ട് സം പറയാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഈ ഓൾ റിവേഴ്സിബിൾ അല്ലെങ്കിലും തിരിച്ച് നമുക്കൊരു സം പറയാൻ പറ്റും. ദാറ്റ് ഇസ് സം ബ്ലൂ ആർ റെഡ്. അതാണ് നമുക്ക് കിട്ടുന്ന ബന്ധം. സം ബ്ലൂ ആർ റെഡ്. ഞാൻ ഇങ്ങോട്ടൊന്ന് എഴുതിയേക്കാമേ. ഓക്കെ, ഇത് എവിടെ നിന്ന് കിട്ടി? ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് കിട്ടി. കോമ്പിനേഷൻ ഒന്നും ചെയ്യേണ്ടി വന്നില്ല. ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് തന്നെ കിട്ടിയ സാധനമാണ് സം ബ്ലൂ ആർ റെഡ്. ഇനി നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കേ, സം ബ്ലൂ ആർ റെഡിൻ്റെ മീനിങ് എന്താണ്? കുറച്ച് ബ്ലൂ റെഡാണ് അല്ലേ. കുറച്ച് പേരുടെ കാര്യമേ അറിയത്തുള്ളേ. കുറച്ച് ബ്ലൂ റെഡാണ്. അവർ ചോദിച്ചിരിക്കുന്നത് എന്താ? കുറച്ച് ബ്ലൂ റെഡ് ആവാതിരിക്കാൻ, നോട്ടാണ് ആവാതിരിക്കാൻ സാധ്യത ഉണ്ടോ ഇല്ലേ? എന്തു പറയുന്നു? കുറച്ച് ബ്ലൂ റെഡാണെന്നല്ലേ കിട്ടിയുള്ളൂ. ബാക്കി കുറച്ച് പേരപ്പം ഇല്ലേ, അവർ ചിലപ്പോൾ റെഡ് ആകാതിരുന്നൂടെ? ദർ ഇസ് എ പോസിബിലിറ്റി അല്ലേ. കാര്യം നമുക്കാകെ കുറച്ച് പേരുടെ കാര്യമേ ഇവിടുന്ന് കൺഫേംഡ് ആയിട്ട് കിട്ടിയിട്ടുള്ളൂ. സം ബ്ലൂ ആർ റെഡ് എന്ന് മാത്രമേ കിട്ടിയുള്ളൂ. ബാക്കി കുറച്ച് പേര് അവിടെ ഉണ്ട് അല്ലേ, അവർ ചിലപ്പോൾ ആവാതിരുന്നൂടെ? ദർ ഇസ് എ ചാൻസ്. സോ സം ബ്ലൂ ആർ നോട്ട് റെഡ് ഇസ് എ പോസിബിലിറ്റി. അതിനൊരു സാധ്യതയുണ്ട്. ഇങ്ങനെയാണ് നമ്മൾ പോസിബിലിറ്റി നോക്കേണ്ടത്. അതായത് പോസിബിലിറ്റി എന്ന് പറയുന്നത് വരുന്ന കൺക്ലൂഷൻ്റെ ആ രണ്ട് വാക്കുകൾ, ആ കൺക്ലൂഷൻ ഇൻവോൾവ് ആയിരിക്കുന്ന രണ്ട് വേർഡ്സിനെ പറക്കിയെടുക്കുക. എന്നിട്ട് ആ രണ്ട് വേർഡ്സ് തമ്മിൽ ഈ സ്റ്റേറ്റ്മെൻറ്റുകളിൽ നിന്ന് വല്ലതും കിട്ടുന്നുണ്ടോ നോക്കുക. കിട്ടുന്നുണ്ടെങ്കിൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇതിനൊക്കെ വല്ല സാധ്യതയുണ്ടോ അതോ തീരെ സാധ്യതയില്ലേ എന്ന് നമ്മൾ ചെക്ക് ചെയ്യുന്നു. ഓക്കെ, ആദ്യത്തെ കൺക്ലൂഷന് ഒട്ടും തന്നെ സാധ്യതയില്ലായിരുന്നു. കാര്യം അവിടെ റെഡും ഓറഞ്ചും തമ്മിലായിരുന്നു ചോദിച്ചിരുന്നത്. റെഡും ഓറഞ്ചും തമ്മിലുള്ള ബന്ധം നോക്കിയപ്പോൾ കിട്ടുന്നത് ഓൾ റെഡ് ആർ ഓറഞ്ച് എന്നായിരുന്നു. അപ്പോൾ നമുക്ക് മനസ്സിലായി ഒരു റെഡും ഓറഞ്ച് ആവാതിരിക്കാൻ യാതൊരു സാധ്യതയില്ലെന്ന് മനസ്സിലായി. അതുകൊണ്ടാണ് നമ്മൾ തെറ്റായിട്ട് കൊടുത്തു. എന്നാൽ രണ്ടാമത് ചോദിച്ചിരിക്കുന്ന സം ബ്ലൂ ആർ നോട്ട് റെഡ് ആയിരുന്നു. ബ്ലൂവും റെഡും തമ്മിൽ ഇവിടെ നമുക്ക് കിട്ടുന്ന കൺക്ലൂഷൻ സം ബ്ലൂ ആർ റെഡ് എന്നാണ്. അപ്പോൾ നമുക്ക് മനസ്സിലായി സം ബ്ലൂ ആർ റെഡ് എന്നേ കിട്ടിയുള്ളൂ. ബാക്കി കുറച്ച് ബ്ലൂ ചിലപ്പോൾ റെഡ് ആവാതിരിക്കാം, അതിനൊരു ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മളിത് പോസിബിൾ ആണെന്ന് പറയും. ഓക്കെ,
ഇനി ഇവിടെ തന്നെ നമുക്ക് നോ ബ്ലൂ ആർ റെഡ് പോസിബിലിറ്റി പറയാൻ പറ്റുമോ? എന്ത് പറയുന്നു? നിങ്ങളുടെ അഭിപ്രായം പറ. ഒന്നും കേൾക്കുന്നില്ലല്ലോ, ഇച്ചിരി ഉറക്കെ പറയുന്നേ. നോ ബ്ലൂ ആർ റെഡ് ഈസ് എ പോസിബിലിറ്റി. നടക്കുമോ? ഒരു കാരണവശാലും നടക്കത്തില്ല. കാര്യം എന്താ, നമുക്കിവിടെ എന്താ കിട്ടിയത്? സം ബ്ലൂ ആർ റെഡ് എന്നാണ് കിട്ടിയത് അല്ലേ? ഓൾറെഡി നമുക്കിവിടെ കിട്ടിയിരിക്കുക. സം ബ്ലൂ ആർ റെഡ് എന്ന് പറഞ്ഞാൽ കുറച്ച് ബ്ലൂ റെഡ് ആണ് അല്ലേ? അപ്പോൾ പിന്നെ ഒരു ബ്ലൂ റെഡ് ആവാതിരിക്കാൻ പറ്റുമോ? അത് നടപ്പില്ല അല്ലേ? അത് തെറ്റ്. ഓക്കെ, ഇനി ഇവിടെ തന്നെ ഓൾ ബ്ലൂ ആർ റെഡ് ഇസ് എ പോസിബിലിറ്റി എന്ന് ചോദിച്ചാൽ എന്താ നിങ്ങളുടെ അഭിപ്രായം? ഓൾ ബ്ലൂ ആർ റെഡ് ഇസ് എ പോസിബിലിറ്റി. അതിനൊരു സാധ്യതയുണ്ട്. കാര്യം നമുക്ക് കിട്ടുന്നത് സം ബ്ലൂ ആർ റെഡ് എന്നാണ്, കുറച്ച് ബ്ലൂ റെഡ് ആണെന്നാണ് കിട്ടിയത്. ബാക്കി കുറച്ച് ബ്ലൂവും ചിലപ്പോൾ റെഡ് ആണെങ്കിലോ അല്ലേ? ആയിക്കോട്ടെ, നമുക്ക് ഇവരെ കുറിച്ച് അറിയത്തുള്ളൂ, ബാക്കിയുള്ളവരെ കുറിച്ച് നമുക്ക് അറിഞ്ഞൂടല്ലോ. ചിലപ്പോൾ അവരും ആണെങ്കിലോ, ആണെങ്കിൽ മൊത്തം പേരും ഒന്നാവത്തില്ലേ? അപ്പോൾ ഓൾ ബ്ലൂ ആർ റെഡിനും സാധ്യത ഉണ്ട്. ഓക്കെ, ഇനി വേറൊരു കാര്യം കൂടി ഇവിടെ ഉണ്ട്. ഓൾ റെഡ് ആർ ബ്ലൂ ഈസ് എ പോസിബിലിറ്റി എന്ന് ചോദിച്ചാലോ? ഓൾ റെഡ് ആർ ബ്ലൂ ഈസ് എ പോസിബിലിറ്റി എന്ന് ചോദിച്ചാലോ? അവിടെ ഒരു ചെറിയ കുഴപ്പമുണ്ട്. ഓൾ റെഡ് ആർ ബ്ലൂ എന്ന് പറയുന്നത് ഇവിടെ ഡെഫിനറ്റ് ആയിട്ടുള്ളൊരു സാധനമാണ് അല്ലേ? അവിടെ 100% കൊടുത്തിരിക്കുന്ന ഒരു സാധനമാണ് ഓൾ റെഡ് ആർ ബ്ലൂ. ദറ്റ് ഈസ് 100% ട്രൂ. ഇറ്റ്സ് ഡെഫിനറ്റ്ലി ദർ അല്ലേ? അപ്പോൾ ഓൾ റെഡ് ആർ ബ്ലൂ ഇസ് എ പോസിബിലിറ്റി എന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് റോങ്. അതായത് ഡെഫിനറ്റ് ആയിട്ടുള്ളൊരു കൺക്ലൂഷൻ എടുത്ത് പോസിബിലിറ്റി എന്നൊരു ടേം യൂസ് ചെയ്ത് ചോദിച്ചാൽ പറ്റത്തില്ല. അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ നമുക്ക് ഒരു കുറച്ച് നമുക്ക് ചിന്താഗതി വരാവുന്നതെന്ന് പറഞ്ഞാൽ വൈ ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ? പോസിബിൾ ആണോ എന്നല്ലേ ചോദ്യം? പോസിബിൾ ആണല്ലോ, അതവിടെ ഉണ്ടല്ലോ എന്ന് നമ്മൾ ചിന്തിക്കാം. പക്ഷേ സിലോജിസത്തിൻ്റെ നിയമപ്രകാരം അവർ പറയുന്നത് ഈസ് എ പോസിബിലിറ്റി എന്ന് പറയണമെങ്കിൽ സാധ്യത ഉള്ളതിനെ മാത്രം ആ വകുപ്പിൽ കൂട്ടിയാൽ മതി. ഡെഫിനറ്റ് ആയിട്ടുള്ളതിനെ പോസിബിലിറ്റി എന്ന് പറയേണ്ട കാര്യമില്ല. മനസ്സിലായോ? എന്തെങ്കിലും ഒരു സംശയം, ഒരു കൺഫ്യൂഷൻ കിടക്കുന്നതിന് മാത്രം ആ വകുപ്പിൽ കൂട്ടിയാൽ മതി എന്നാണ് സിലോജിസത്തിൻ്റെ ഒരു കണ്ടീഷൻ. ഓക്കെ, അതുകൊണ്ട് തന്നെ 100% കിട്ടുന്നൊരു കൺക്ലൂഷനെ പോസിബിലിറ്റി എന്നൊരു ടേമിൽ എടുക്കരുത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഓൾ റെഡ് ആർ ഓറഞ്ച് ഈസ് എ പോസിബിലിറ്റി എന്ന് വെച്ചാൽ റോങ്. ബിക്കോസ് അത് പോസിബിലിറ്റി അല്ല, അത് ഡെഫിനറ്റ്ലി ഉള്ളതാണ് ഓൾ റെഡ് ആർ ഓറഞ്ച്. അതുപോലെ തന്നെ ഓൾ ബ്ലൂ ആർ ഓറഞ്ച് വേണ്ട, ഓൾ റെഡ് ആർ ബ്ലൂ വേണ്ട. ഇതൊന്നും നമ്മൾ പോസിബിലിറ്റി ആയിട്ട് എടുക്കത്തില്ല. അപ്പോൾ പോസിബിലിറ്റിയിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഒന്ന്, നമുക്ക് പോസിബിലിറ്റി എന്നുള്ള വേർഡ് ഇൻവോൾവ് ചെയ്തൊരു കൺക്ലൂഷൻ വന്നാൽ ആദ്യം തന്നെ അതിൽ ആ കൺക്ലൂഷനിൽ ഇൻവോൾവ് ആയിരിക്കുന്ന ആ 2 വേർഡ്സ് പറക്കിയെടുത്ത് അത് തമ്മിലുള്ള കൺക്ലൂഷൻ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് ഒപ്പിച്ചെടുക്കുക. ആ കൺക്ലൂഷൻ ചിലപ്പോൾ ഓൾ ആയിരിക്കും, ചിലപ്പോൾ സം ആയിരിക്കാം, നോ ആയിരിക്കാം, സം നോട്ട് ആയിരിക്കും അല്ലേ? ഇറ്റ് വിൽ ഡിപ്പെൻഡ് ഓൺ ദ ടൈപ്പ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഗിവൺ ആൻഡ് ദ റൂൾ ദാറ്റ് വി ആർ അപ്ലൈങ്. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും കിട്ടുന്ന കൺക്ലൂഷൻ്റെ അടിസ്ഥാനത്തിൽ പോസിബിൾ ആണോ അല്ലയോ എന്ന് നമ്മളിവിടെ നോക്കിയതുപോലെ നോക്കണം. ഇനി ചില കേസിൽ ഇതുപോലെ സംഭവിക്കും. അതായത് 100% അവിടെ കിടക്കുന്ന ഒരു സാധനത്തിനെടുത്ത് പോസിബിലിറ്റി എന്ന് അവർ ചോദിച്ചാൽ നമ്മൾ എന്ത് പറയണം? തെറ്റാണെന്ന് പറയണം. എന്തുകൊണ്ടാണ് തെറ്റ്? ബിക്കോസ് അത് 100% അവിടെ ഉണ്ട്, അതിന് പോസിബിലിറ്റി എന്ന് പറയുന്ന ഒരു കൂട്ടത്തിൽ നമ്മൾ എടുക്കത്തില്ല, അതുകൊണ്ട് തെറ്റ്. ഓക്കെ, ഇനി വേറൊരു സിറ്റുവേഷനും കൂടെ ഉണ്ട്. ചില കേസിൽ നമുക്ക് കൺക്ലൂഷൻ കിട്ടാതെ വരുന്ന കേസുകളില്ലേ, അതിന് ഞാനൊരു എക്സാമ്പിൾ 2 സ്റ്റേറ്റ്മെൻറ്റ്സ് എഴുതിയിട്ട് പറയാം. ഓക്കെ, അപ്പോൾ അതാണ്ട് ഈ ക്വസ്റ്റ്യൻ നോക്കിയോ. ഇത് 2 സം സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് അല്ലേ? 2 സം വരുമ്പോൾ തന്നെ നമുക്കറിയാം കമ്പൈൻ ചെയ്യാനൊന്നും പറ്റത്തില്ല. അപ്പോൾ നമുക്ക് ഞാൻ 3-4 കേസസ് എഴുതിയിട്ടുണ്ട്. നമുക്ക് 1 by 1 ആയിട്ട് നോക്കാം. അപ്പോൾ ആദ്യത്തെ കൺക്ലൂഷൻ പറയുന്നത് ഓൾ ബുക്ക് ആർ പെൻ ഇസ് എ പോസിബിലിറ്റി. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണമെന്നാണ് പറഞ്ഞത്? ആ 2 വേർഡ്സ് ആദ്യമേ നമ്മൾ കൺസിഡർ ചെയ്യണം അല്ലേ? ഇവിടെ ഇൻവോൾവ് ആയിരിക്കുന്ന വേർഡ്സ് എന്തൊക്കെയാണ്? ബുക്കും പെന്നും. ബുക്കും പെന്നും തമ്മിൽ ഇവിടെ എന്താ ഉള്ളത്? കോമ്പിനേഷൻ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റിൽ തന്നെ ഡയറക്റ്റ്ലി കിടപ്പുണ്ട് ബുക്കും പെന്നും അല്ലേ? അത് എന്താണ് ബന്ധം കിടക്കുന്നത്? സം ബുക്ക് ആർ പെൻ. അപ്പോൾ നിങ്ങൾ പറയൂ, ഓൾ ബുക്ക് ആർ പെൻ സാധ്യതയുണ്ടോ ഇല്ലേ? സാധ്യതയുണ്ട് അല്ലേ? കാര്യം നമുക്ക് കിടക്കുന്നത് സം ബുക്ക് ആർ പെൻ എന്നാണ്, കുറച്ച് ബുക്ക് പെന്നാണെന്നാണ് കിടക്കുന്നത് അല്ലേ? ബാക്കി കുറച്ച് ബുക്കും ചിലപ്പോൾ പെന്നാവാം. അങ്ങനെ ആയാലും ഓൾ ബുക്ക് ആർ പെൻ ഇസ് എ പോസിബിലിറ്റി. അപ്പോൾ സം കിടക്കുന്ന സ്ഥിതിക്ക് എന്തായാലും ഓള് പോസിബിളാണ് അല്ലേ? ഇനി അടുത്തത് നോ പെൻ ആർ ടേബിൾ ഇസ് എ പോസിബിലിറ്റി. പെന്നും ടേബിൾ എവിടെ? അത് 2ാമത്തെ സ്റ്റേറ്റ്മെൻറ്റിലുണ്ട് പെന്നും ടേബിളും. അതും കോമ്പിനേഷൻ്റെ ആവശ്യമൊന്നുമില്ല. 2ാമത്തെ സ്റ്റേറ്റ്മെൻറ്റിൽ ഡയറക്റ്റ്ലി കിടപ്പുണ്ട് പെന്നും ടേബിളും. എന്താ പറയുന്നത്? സം പെൻ ആർ ടേബിൾ എന്ന് വെച്ചാൽ കുറച്ച് പെൻ ടേബിളാണ്, കുറച്ച് പെൻ ടേബിളാണ്. അവരെന്താ ചോദിച്ചിരിക്കുന്നത്? നോ പെൻ ആർ ടേബിൾ ഇസ് എ പോസിബിലിറ്റി. പറ്റുമോ? ഒരു കാരണവശാലും പറ്റത്തില്ല. കാര്യം ഇവിടെ കുറച്ച് പെൻ ടേബിളാന്ന് പറയുമ്പോൾ പിന്നെ ഒരു പെന്നും ടേബിൾ ആവാതിരിക്കാൻ പറ്റുമോ? നടപ്പ് വശമില്ല. ദിസ് ഇസ് റോങ് അല്ലേ? അത് തെറ്റാന്ന് പിടിയിട്ട്. ഇനി അടുത്തത് സം ടേബിൾ ആർ പെൻ ഇസ് എ പോസിബിലിറ്റി. ടേബിളും പെന്നും എവിടെ? അഗെയിൻ 2ാമത്തെ സ്റ്റേറ്റ്മെൻറ്റിലാണ് ടേബിളും പെന്നും. ടേബിളും പെന്നും തമ്മിൽ നമുക്ക് ഇവിടുന്ന് എന്താ കിട്ടുന്നത്? ഈ സം റിവേഴ്സ് ചെയ്യാൻ പറ്റും. സം ഇസ് റിവേഴ്സിബിൾ അല്ലേ? അപ്പോൾ സം പെൻ ആർ ടേബിളിനെ റിവേഴ്സ് ചെയ്താൽ എന്താ കിട്ടുക? സം ടേബിൾ ആർ പെൻ. സം ടേബിൾ ആർ പെൻ എന്ന് ഇവിടുന്ന് നമുക്ക് 100% ഡെഫിനറ്റ് ആയിട്ട് കിട്ടുന്നൊരു സാധനമാണ് ഈ സമ്മിനെ റിവേഴ്സ് ചെയ്യുമ്പോൾ അല്ലേ? അവിടെ ഉള്ളതാണ്.
അപ്പോൾ പിന്നെ സം ടേബിൾ ആർ പെൻ ഇസ് എ പോസിബിലിറ്റി എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. സോ ദിസ് ഇസ് റോങ്. ഓക്കെ, ഇത് തെറ്റാണ്. എന്തുകൊണ്ടാണ് ഇത് തെറ്റാവുന്നത്? കാര്യം ഇത് 100% ഇവിടെ ഉണ്ട്. ആ കിടക്കുന്ന സമ്മിനെ റിവേഴ്സ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് സം ടേബിൾ ആർ പെൻ എന്നാണ്. 100% അവിടെ നിന്ന് കിട്ടുന്നുണ്ട്, ഡെഫിനറ്റ് ആയിട്ട് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സം ടേബിൾ ആർ പെൻ ഇസ് അത് പോസിബിലിറ്റി എന്നുള്ള വകുപ്പിൽ നമ്മൾ എടുക്കരുത്. ഓക്കെ, ഇനി ലാസ്റ്റ് വൺ നോക്കിക്കോണേ. ഓൾ ബുക്ക് ആർ ടേബിൾ ഇസ് എ പോസിബിലിറ്റി. ബുക്ക് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റിലാണ്, ടേബിൾ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റിലാണ്. ഇത് രണ്ട് സം സ്റ്റേറ്റ്മെൻറ്റുമാണ്. രണ്ട് സമ്മിനെ കമ്പൈൻ ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ നമുക്ക് ബുക്കും ടേബിളും തമ്മിൽ ഇവിടുന്ന് കൺക്ലൂഷൻ എന്തെങ്കിലും കിട്ടുന്നുണ്ടോ? ഇല്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യും? ഇതുവരെ നമ്മൾ പറഞ്ഞിരുന്നത് നമ്മൾ ആ വേർഡ്സ് തമ്മിൽ നോക്കുക, കൺക്ലൂഷൻ കിട്ടുമ്പോൾ ആ കൺക്ലൂഷൻ്റെ അടിസ്ഥാനത്തിൽ അങ്ങ് നമ്മൾ നോക്കുന്നു അല്ലേ, പോസിബിൾ ആണോ, എന്തെങ്കിലും സാധ്യത ഉണ്ട്, തീരെ സാധ്യതയില്ലേ, ഇനി അവിടെ 100% കിടക്കുന്ന ഒരു സാധനമാണെങ്കിൽ അത് വേണ്ട എന്നൊക്കെ നമ്മൾ പറയുന്നു അല്ലേ. ഇവിടെ ഇപ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കൺക്ലൂഷനേ കിട്ടുന്നില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യും? കൺക്ലൂഷൻ കിട്ടുന്നില്ലെങ്കിൽ ഈസ് എ പോസിബിലിറ്റി. എന്താ കാരണം? ഇപ്പോൾ നമ്മൾ പറയുകയാണ് ഇത് പോസിബിൾ അല്ലെന്ന് പറയുന്നു. വാട്ട് ഇസ് എ റീസൺ? പോസിബിൾ അല്ലെന്ന് പറയണമെങ്കിൽ ദർ ഷുഡ് ബി എ റീസൺ അല്ലേ, എന്തുകൊണ്ട് പോസിബിൾ അല്ല? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ രണ്ടാമത്തെ കൺക്ലൂഷൻ നമ്മൾ പോസിബിലിറ്റി അല്ലെന്ന് പറഞ്ഞു അല്ലേ. എന്തുകൊണ്ടല്ലെന്ന് പറഞ്ഞാൽ അതിനൊരു റീസൺ ഉണ്ട് അല്ലേ. ബിക്കോസ് നോ പെൻ ആർ ടേബിൾ എന്ന് പറയാൻ പറ്റത്തില്ല. കാര്യം സം പെൻ ആർ ടേബിൾ ഇവിടെ ഉണ്ട്, കുറച്ച് പെൻ ടേബിളാണ് നമ്മുടെ കൈവശം ഉണ്ട്. പിന്നെ എങ്ങനെ ഒരു പെന്നും ടേബിൾ ആവാതിരിക്കാൻ പറ്റും? ഒരു സാധ്യതയില്ല. അതുകൊണ്ട് അത് തെറ്റാന്ന് പറഞ്ഞേ അല്ലേ. അതുപോലെ ഓൾ ബുക്ക് ആർ ടേബിൾ പോസിബിലിറ്റി ആണോ എന്ന് ചോദിക്കുമ്പോൾ അല്ലാന്ന് ഇങ്ങനെ പറയാൻ പറ്റും. അല്ലാന്ന് പറയണമെങ്കിൽ നമുക്ക് നോ ബുക്ക് ആർ ടേബിൾ എന്നോ സം ബുക്ക് ആർ നോട്ട് ടേബിൾ എന്നോ ഒക്കെ ഇവിടുന്ന് കിട്ടണം അല്ലേ. നോ ബുക്ക് ആർ ടേബിൾ എന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ പറയാം ശരി ഓൾ ബുക്ക് ആർ ടേബിൾ പോസിബിൾ അല്ല. അല്ലെങ്കിൽ കുറഞ്ഞ പക്ഷം സം ബുക്ക് ആർ നോട്ട് ടേബിൾ എന്ന് കിട്ടിയിട്ടുണ്ടെങ്കിലും പറയാം സം ബുക്ക് ആർ നോട്ട് ടേബിൾ അല്ലേ, അപ്പോൾ പിന്നെ എല്ലാ ബുക്കും ടേബിൾ ആവാൻ പറ്റത്തില്ലല്ലോ എന്ന് പറയാം. ഇവിടെ നമുക്ക് സത്യം പറഞ്ഞാൽ ബുക്കും ടേബിളും തമ്മിൽ ഒന്നും കിട്ടുന്നില്ല അല്ലേ. അവർ തമ്മിൽ എന്താണ് ബന്ധം എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ അല്ലേ. ചിലപ്പോൾ കുറച്ചുണ്ടായിരിക്കും, ചിലപ്പോൾ നമുക്ക് അറിയത്തില്ല, വി ആർ നോട്ട് ഷുവർ, വി ഡോണ്ട് നോ. അപ്പോൾ പോസിബിലിറ്റി ആണെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ആയിരിക്കും അല്ലേ. അപ്പോൾ ഇത്രയുള്ള സംഭവം. കൺക്ലൂഷൻ ഒന്നും തന്നെ ആ രണ്ട് വേർഡ്സ് തമ്മിൽ സ്റ്റേറ്റ്മെൻറ്റ്സിൽ നിന്ന് കൺക്ലൂഷൻ ഒപ്പിക്കാൻ പറ്റുന്നില്ലെങ്കിൽ, അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് അവർ തമ്മിൽ കിട്ടുന്നില്ല എന്ന് ഷുവറിറ്റി ഉണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ പോസിബിലിറ്റി, അതിനൊരു സാധ്യത ഉണ്ട്. അപ്പോൾ പോസിബിലിറ്റിയിൽ നമ്മൾ ഓൺ ദ ഗ്രൗണ്ട് ലെവൽ ചിന്തിക്കേണ്ടത് ഇത്രയും കാര്യങ്ങളാണ്. ഇനി ഇത്രയും വെച്ച് മാത്രം ചിന്തിച്ചാൽ മതിയെന്ന് ചോദിച്ചാൽ അല്ല. ചിന്താഗതിയിൽ ചില സമയങ്ങളിലൊക്കെ ഇച്ചിരി മാറ്റം വരുത്തേണ്ടി വരും. പ്രത്യേകിച്ച് നമ്മുടെ ഒള്ളി എ ഫ്യൂ ഒക്കെ സ്റ്റേറ്റ്മെൻറ്റ് പാർട്ടിൽ വരുമ്പോൾ ചില കേസുകളിൽ ചില മാറ്റങ്ങളുണ്ട്. അത് നമ്മൾ താണ്ടി ഇപ്പോൾ പതുക്കെ ഓരോരോ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ഞാൻ ഒള്ളി എ ഫ്യൂ ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ആ കേസിൽ പറഞ്ഞു തരാം. ഓൺ ദ ബേസ് ലെവൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് പോസിബിലിറ്റിയെക്കുറിച്ച് ആദ്യത്തെ പടി എന്നുള്ള നിലയ്ക്ക് നമ്മൾ അറിയേണ്ടത് ഇത്രയും കാര്യങ്ങളാണ്. അതായത് പോസിബിലിറ്റിയുടെ കൺക്ലൂഷൻ വന്നാൽ എപ്പോഴും അതിൽ ഇൻവോൾവ് ചെയ്തിരിക്കുന്ന ആ കൺക്ലൂഷനിൽ വന്നിരിക്കുന്ന വേർഡ്സ് എടുക്കുക, ആ വേർഡ്സ് തമ്മിൽ സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് കൺക്ലൂഷൻ ഡിറൈവ് ചെയ്യുക, ആ കൺക്ലൂഷൻ്റെ അടിസ്ഥാനത്തിൽ പോസിബിൾ ആണോ, എന്തെങ്കിലും സാധ്യത ഉണ്ടോ, തീരെ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യുക. ഡെഫിനറ്റ് ആയിട്ടുള്ളൊരു സാധനം പോസിബിലിറ്റി എന്ന് പറഞ്ഞാൽ തെറ്റ്. ഇനി മറ്റൊന്ന് കൺക്ലൂഷനേ ആ വേർഡ്സ് തമ്മിൽ നമുക്കൊന്നും കിട്ടാത്ത ഒരു കേസാണെങ്കിൽ പോസിബിലിറ്റി. ഓക്കെ, ഇത് ആദ്യത്തെ സ്റ്റെപ്പ് എന്നുള്ള നിലയ്ക്ക് ഇത്രയും കാര്യങ്ങൾ, അതായത് 3 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞോളൂ. കൺക്ലൂഷൻ വരുമ്പോൾ എന്ത് ചെയ്യും? ഡെഫിനറ്റ് ആയിട്ടുള്ള സാധനം തന്നെ പോസിബിലിറ്റിയുടെ അടുത്ത് ചോദിച്ചാൽ എന്ത് ചെയ്യണം? ഇനി കൺക്ലൂഷൻ കിട്ടാത്ത കേസിൽ എന്ത് ചെയ്യണം? ഓക്കെ, ഇത്രയും നമ്മുടെ മനസ്സിൽ ഇരിക്കട്ടെ. ഓക്കെ റെഡി? ഇതാണ്ട് ആദ്യത്തെ ക്വസ്റ്റ്യൻ. 3 സ്റ്റേറ്റ്മെൻറ്റ്സും 2 കൺക്ലൂഷനും ഉണ്ട്. ഇനി അതുപോലെ തന്നെ നമുക്ക് ഡെഫിനറ്റ് കൺക്ലൂഷനും പോസിബിലിറ്റിയും തമ്മിൽ മനസ്സിലൊരു വേർതിരിവ് വേണം. ചില സമയത്ത് ചോദിച്ചിരിക്കുന്ന പോസിബിലിറ്റി ആയിരിക്കും, പക്ഷേ അത് ശ്രദ്ധിക്കാതെ ഡെഫിനറ്റ് കൺക്ലൂഷനായിട്ട് കുട്ടികൾ കൺസിഡർ ചെയ്യും. ചില സമയത്ത് സാധാ ഒരു കൺക്ലൂഷൻ ആയിരിക്കും ചോദിച്ചിരിക്കുന്നത്, പക്ഷേ മനസ്സ് പോസിബിലിറ്റി ആയിട്ട് ചിന്തിക്കും. അപ്പോൾ നമുക്ക് നല്ല ശ്രദ്ധ വേണം കേട്ടോ. അപ്പോൾ ആദ്യത്തെ കൺക്ലൂഷൻ നോക്കിയിട്ട് അതാണ് ഫസ്റ്റ് കൺക്ലൂഷൻ ഈസ് എ പോസിബിലിറ്റി ആണ്, പോസിബിലിറ്റിയുടെ കേസാണ് അല്ലേ. അവിടെ നമ്മൾ എന്ത് ചെയ്യണമെന്നാണ് പറഞ്ഞത്? ആ 2 വേർഡ്സ് നമ്മൾ ആദ്യമേ എടുക്കുക. എന്തൊക്കെയാണ് വേർഡ്സ്? പ്ലെയിനും ഫാനും. ഇനി നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റിലേക്ക് നോക്കുക. 3 സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ട്. പ്ലെയിനും ഫാനും തമ്മിൽ എന്തെങ്കിലും ഒപ്പിച്ചെടുക്കാൻ പറ്റുമോ നോക്കുക. എന്തെങ്കിലും ഒരു കൺക്ലൂഷൻ പ്ലെയിൻ ഫാൻ തമ്മിൽ നമുക്ക് ഒബ്റ്റൈനബിൾ ആണോ എന്ന് നമ്മൾ ആദ്യമേ ചെക്ക് ചെയ്യണം. എന്തായാലും ഇത് തമ്മിൽ കമ്പൈൻ ചെയ്യാൻ ഇങ്ങനെ പറ്റത്തില്ല, ബിക്കോസ് ഇറ്റ്സ് ഓൾ സം അല്ല. ഓൾ സം പറ്റത്തില്ല, തിരിച്ചെടുക്കണം. സം ഓൾ ആയിട്ട് എടുക്കണം. പക്ഷേ സം ഓൾ ആയിട്ട് എടുത്താൽ ആൻറ്റിന കറക്റ്റ് ഓർഡറിൽ വരത്തില്ല. സോ അത് രണ്ടും കോമ്പിനേഷൻ പറ്റില്ല. ഇനി ഇത് രണ്ടും വേണമെങ്കിൽ കമ്പൈൻ ചെയ്യാം. സം ഓൾ ആണ്, ഫാൻ കറക്റ്റ് ഓർഡറിലുണ്ട്, പക്ഷേ അപ്പോൾ ആൻറ്റിനയും ബാനും തമ്മിലല്ലേ കിട്ടുന്നത്? അതല്ലോ നമുക്ക് വേണ്ടത്, പ്ലെയിനും ഫാനും അല്ലേ. ഇനി ഇവിടുന്ന് ആൻറ്റിനയും ബാനും തമ്മിൽ കിട്ടിയെന്നിരിക്കട്ടെ, ഇതും കൂടെ കമ്പൈൻ ചെയ്യാൻ പറ്റുമോ? ഫസ്റ്റും കൂടെ കമ്പൈൻ ചെയ്യാൻ പറ്റുമോ? അതായത് സെക്കൻഡും തേർഡും കൂടെ ചെയ്തപ്പോൾ സം ആൻറ്റിന ആർ ബാൻ എന്ന് കിട്ടി. അതും ഫസ്റ്റും കൂടെ ചെയ്യാൻ പറ്റുമോ? അതും പറ്റത്തില്ല, കാര്യം ആൻറ്റിന കറക്റ്റ് ആംഗിളിൽ വരത്തില്ല. അപ്പോൾ ഇവിടെ സത്യം പറഞ്ഞാൽ കോമ്പിനേഷൻ ആകെ പറ്റുന്നതെന്ന് പറഞ്ഞാൽ 2ഉം 3ഉം മാത്രമാണ്. 1ഉം 2ഉം പറ്റത്തില്ല. അതേപോലെ തന്നെ 1ഉം 3ഉം പറ്റത്തില്ല. 2 ഓൾ ആണെങ്കിലും കോമൺ വേർഡ് ഇല്ല. ഇങ്ങനെ കോമൺ വേർഡ് വേണ്ടേ? ഫസ്റ്റിൻ്റെ സെക്കൻഡും സെക്കൻഡിൻ്റെ ഫസ്റ്റും സെയിം ആയിരിക്കണമല്ലോ, അത് പറ്റത്തില്ല. സോ ഇവിടെ ആകെ നടക്കുന്നത് 2ഉം 3ഉം സം ഓൾ ചെയ്യാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷേ അതുകൊണ്ട് നമുക്ക് യാതൊരു പ്രയോജനമില്ല, കാര്യം അങ്ങനെ ചെയ്യുമ്പോൾ ആൻറ്റിനയും ബാനും തമ്മിലാണ് കിട്ടുന്നത്. അത് ഇവിടെയും ആവശ്യമില്ല, ഇവിടെയും ആവശ്യമില്ല അല്ലേ. അപ്പോൾ ഇവിടെ ആ ഒരു കോമ്പിനേഷൻ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ പ്ലെയിൻ ഫാൻ എന്ന് പറയുന്നൊരു കോമ്പിനേഷൻ നമുക്ക് ഇവിടുന്ന് കിട്ടുന്നില്ല. ഒരു കോമ്പിനേഷൻ കിട്ടുന്നില്ലെങ്കിൽ നമ്മൾ എന്താ പറഞ്ഞത്?
പോസിബിലിറ്റി അല്ലേ, സാധ്യതയുണ്ട്. നമുക്ക് കാര്യം പ്ലെയിനും ഫാനും തമ്മിൽ ഒന്നും കിട്ടുന്നില്ല, ആണെന്നോ അല്ലെന്നോ ഒന്നും കിട്ടുന്നില്ല. പോസിബിലിറ്റി ആണെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ആയിരിക്കും അല്ലേ, അല്ലെന്ന് പറയാൻ പറ്റത്തില്ല. ഇനി സം ബാൻ ആർ പ്ലെയിൻ എന്ന് കിട്ടുന്നുണ്ടോ, അങ്ങനെയും കിട്ടുന്നില്ല അല്ലേ. നമുക്കിവിടെ ആകെ നമ്മൾ നോക്കിയപ്പോൾ ആകെ പറ്റുന്ന ഒരു കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ 2ഉം 3ഉം മാത്രമായിരുന്നു അല്ലേ, വേറെ ഒന്നും പറ്റുന്നില്ല. ഇപ്പോൾ 2ഉം 3ഉം കിട്ടുന്ന ആൻറ്റിനെയും ബാനും അല്ലേ, ബാനും പ്ലെയിനും തമ്മിൽ കോമ്പിനേഷൻ പറ്റുന്നില്ല, വേറൊരു കോമ്പിനേഷനും പറ്റുന്നില്ല. സോ ഇവിടെ ഓൺലി കൺക്ലൂഷൻ 1 ഫോളോസ്. ഓക്കെ ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇവിടെ കൺക്ലൂഷനിൽ ഒരു ചെറിയ പുതുമയൊക്കെ വരുത്തിയിട്ടുണ്ട്. ഫസ്റ്റ് കൺക്ലൂഷൻ സം എ ബി സി ക്യാൻ നെവർ ബി എന്ന് പറയുന്നൊരു യൂസേജ് വന്നു. രണ്ടാമത്തതിൽ ക്യാൻ ബിയും വന്നു. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ക്യാൻ ബി, മേ ബി തുടങ്ങിയ യൂസേജ് ഒക്കെ വന്നാൽ അത് ഡിനോട്ട് ചെയ്യുന്നത് പോസിബിലിറ്റിയെ തന്നെയാണ് കേട്ടോ. അതായത് സം NSL or MTV ഈസ് എ പോസിബിലിറ്റി എന്ന് പറയുന്നതിന് പകരമുള്ളൊരു യൂസേജാണ് ക്യാൻ ബി. അപ്പോൾ ക്യാൻ ബി, മേ ബി ഒക്കെ കണ്ടാൽ അത് പോസിബിലിറ്റി തന്നെയാണെന്ന് ഓർക്കുക. എന്ന് വെച്ച് ക്യാൻ നെവർ ബി പോസിബിലിറ്റി എന്ന് വിചാരിക്കരുത്, അതാണ് വേറൊരു മിസ്റ്റേക്ക്. ചില കുട്ടികൾക്ക് അറിയാം ക്യാൻ ബി, മേ ബി ഒക്കെ പോസിബിലിറ്റി ആണ്. അപ്പോൾ ഈ ക്യാൻ നെവർ ബി കാണുമ്പോഴും ക്യാൻ അവിടെ കൂടെ കിടക്കുന്നുണ്ട് അവരുടെ വിചാരം അത് പോസിബിലിറ്റി ആണ്. അല്ല, ക്യാൻ ഉണ്ടെങ്കിലും കൂടെ നെവർ വന്നപ്പോൾ അർത്ഥം അങ്ങ് മാറി. സം എ ബി സി ക്യാൻ നെവർ ബി NSL എന്ന് പറഞ്ഞാൽ പോസിബിലിറ്റി ഒന്നുമല്ല, ക്യാൻ നെവർ ബിയുടെ അർത്ഥം ഒരിക്കലും പറ്റത്തില്ലെന്ന്. ഒരു കാരണവശാലും കുറച്ച് ABC NSL ആവാൻ പറ്റത്തില്ല. അതായത് നമുക്കൊരു സം നോട്ടിൻ്റെ എഫക്റ്റ് ഒക്കെ പറയാം, സം ABC ആർ നോട്ട് NSL എന്നൊക്കെ പറയാമല്ലോ, ആ ഒരു അർത്ഥത്തിലെടുക്കുക. അതായത് കുറച്ച് ABC ഒരു കാരണവശാലും ഒരു രീതിയിലും NSL ആവാൻ പറ്റത്തില്ല. അപ്പോൾ അത് ഷ്യൂരിറ്റി ഉണ്ടെങ്കിലേ മാർക്ക് ചെയ്യാവൂ, അത് പോസിബിലിറ്റി അല്ല. പഠിച്ചോണേ, ക്യാൻ നെവർ ബി കാണുമ്പോൾ പോസിബിലിറ്റി അല്ല, 100% ആകരുത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ABCയും NSLും തമ്മിൽ എന്തായാലും ഇവിടുന്ന് അങ്ങനെ ഒരെണ്ണം കിട്ടാൻ പോകുന്നില്ല. കാര്യം ഇവിടെ 2 സമ്മും ഒരു ഓളും ഒക്കെ കിടക്കുന്നത്, അവിടുന്ന് ഒരു നോ കേസ് തന്നെ അറൈസ് ചെയ്യാൻ പോകുന്നില്ല അല്ലേ. പക്ഷേ ഒള്ളിയൊക്കെ വരുവാണെങ്കിൽ ശ്രദ്ധിച്ചോണം കേട്ടോ. ഇവിടെ ഒന്നുമില്ല, ഒരു സാധാ സിമ്പിൾ 2 സമ്മും ഒരു ഓളുമാണ്. അവിടെ നമുക്ക് നോയോ സം നോട്ടോ ഒന്നും വരാനേ പോകുന്നില്ല അല്ലേ. പിന്നെ എന്തായാലും ABC NSL തമ്മിൽ വല്ലതും ഉണ്ടോ എന്ന് നോക്കിയാൽ ABC NSL തമ്മിൽ ഡയറക്റ്റ് കോമ്പിനേഷൻ പറ്റത്തില്ല, കാര്യം ഇത് 2 സമ്മാണ്. ഇനി ഇത് രണ്ടും കൂടെ ചെയ്താൽ തന്നെ സം ABC ആർ PQR എന്നാണ് കിട്ടുന്നത്. അതും ഇതും കൂടെ ചെയ്യാൻ പറ്റത്തില്ല, ബിക്കോസ് അഗെയിൻ 2 സമ്മാണ്. സോ ഇവിടെ ആകെ പറ്റുന്നൊരു കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ ഇത് രണ്ടുമാണ്. പിന്നെ ഇത് രണ്ടും ചെയ്യാനും പറ്റത്തില്ല, ഇത് ഓൾ സമ്മാണ്, തലതിരിച്ചിട്ടാൽ വേർഡ്സ് സെയിം ആവത്തില്ല. സോ ഇവിടെ ഈ 3 സ്റ്റേറ്റ്മെൻറ്റ്സിൽ പറ്റുന്നൊരു കോമ്പിനേഷൻ 1, 2 മാത്രമേ ഉള്ളൂ അല്ലേ. അപ്പോൾ അവിടുന്ന് നമുക്ക് എന്തായാലും സം ABC ക്യാൻ നെവർ ബി NSL എന്ന് പറയുന്നൊരു സാധനം തീർത്തു പറയാൻ പറ്റത്തില്ല. അത് ക്യാൻ ബി ആയിരുന്നെങ്കിൽ ഓക്കെ, സാധ്യത ഉണ്ടെന്നൊക്കെ പറയാം അല്ലേ. ക്യാൻ നെവർ ബി എന്ന് പറയുമ്പോൾ മീനിങ് മാറി. ഇനി അടുത്തതോ സം NSL ക്യാൻ ബി MTV. ക്യാൻ ബി സാധ്യതയാണേ, NSLും MTVയും. NSL ഏറ്റവും താഴെ, MTV താണ്ട് ഇവിടെ ഉണ്ട്, പക്ഷേ ഇത് രണ്ടും കോമ്പിനേഷൻ പോസിബിൾ അല്ല, ഇത് രണ്ടും പോസിബിൾ അല്ല. ആക്ച്വലി കൺക്ലൂഷൻ കിട്ടാൻ പോകുന്നില്ല അല്ലേ. കാര്യം നമുക്ക് ആകെ പറ്റുന്നൊരു കോമ്പിനേഷൻ ഇവർ തമ്മിലാണ്, അത് ABCയും PQR ആണ്. വേറൊരു കോമ്പിനേഷൻ ഇവിടെ നടപ്പുവശമില്ല. അതുകൊണ്ട് തന്നെ NSLും MTVയും തമ്മിൽ ഇവിടുന്ന് കൺക്ലൂഷൻ ഒന്നുമില്ല. പോസിബിലിറ്റി ആണെന്ന് വെച്ചാൽ ചിലപ്പോൾ ആയിരിക്കാം അല്ലേ. കൺക്ലൂഷൻ ഇല്ലാത്ത സ്ഥിതിക്ക് തന്നെ ചിലപ്പോൾ പോസിബിലിറ്റി ആയിരിക്കാം. സോ ഇവിടെ കൺക്ലൂഷൻ 2 ഫോളോസ്. അപ്പോൾ ഇവിടെ നമ്മൾ പുതിയതായിട്ട് പഠിച്ചത് ക്യാൻ നെവർ ബി, ക്യാൻ ബി വരുമ്പോഴുള്ള അർത്ഥത്തിൽ വരുന്ന ഡിഫറൻസ് ആണ് നമ്മളിവിടെ മനസ്സിലാക്കിയത്. ഓർത്തോണം, ക്യാൻ ബി, മേ ബി പോസിബിലിറ്റി, ക്യാൻ നെവർ ബി എന്ന് പറഞ്ഞാൽ ഉറപ്പ് വേണം, അല്ല കുറച്ച് പേര് അല്ല എന്നുള്ള തീർത്തുള്ളൊരു ഉറപ്പ് ആവശ്യമാണ്. ഓക്കെ, സോ ഇവിടെ കൺക്ലൂഷൻ 2 ഫോളോസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, ഒരു പോസിബിലിറ്റിയുടെ കേസാണ് ആദ്യത്തത്. ഓൾ ബൗൾ ബീങ് ബോട്ടിൽ ഇസ് എ പോസിബിലിറ്റി. അപ്പോൾ ആർക്ക് തമ്മിലാണ്? ബൗളും ബോട്ടിലും തമ്മിലാണ് അല്ലേ. അപ്പോൾ നമുക്ക് കൺക്ലൂഷൻ ഡിറൈവ് ചെയ്യാൻ നോക്കാം. ഓൺ ദ ഫസ്റ്റ് കേസ് എന്തായാലും ഒള്ളിയും എഫ്യൂ ഒന്നും സോഫാർ വന്നിട്ടില്ല. സാധാ സിമ്പിൾ കേസാണ്, ഒരു സമ്മും ഒരു ഓളും ഒരു നോയും. അപ്പോൾ നമ്മുടെ ചിന്താഗതിയിൽ വേറെ വ്യത്യാസമൊന്നും വരുത്തേണ്ടതില്ല. അവർ തമ്മിൽ നമുക്ക് കൺക്ലൂഷൻ നോക്കാം. ബൗളും ബോട്ടിലും തമ്മിലാണ്. എവിടെ ഉണ്ട് ഈ ബൗളും ബോട്ടിലും ഒക്കെ? ബോട്ടിൽ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റിലുമാണ്, ബൗൾ ലാസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റിലുമാണ്. അപ്പോൾ ഡയറക്റ്റ് കോമ്പിനേഷൻ ആ 2 സ്റ്റേറ്റ്മെൻറ്റ്സ് തമ്മിൽ പറ്റുമോ? അത് നടക്കത്തില്ല, കാര്യം കോമൺ വേർഡ്സ് ഇല്ല. സോ ഇനി നമുക്ക് അല്ലാതെ പറ്റുമോ നോക്കാം. ലൈക്ക് ഫസ്റ്റും തേർഡും കൂടെ ഒരുമിച്ച് പറ്റാത്ത സ്ഥിതിക്ക് ഫസ്റ്റും സെക്കൻഡും കൂടെ ചെയ്യാൻ അങ്ങനെ കാണാൻ പറ്റുമോ നോക്കാം. ഫസ്റ്റും സെക്കൻഡും കൂടെ കമ്പൈൻ ചെയ്യാൻ പറ്റും. ഇത് സമ്മും ഓളുമാണ്, കപ്പ് താണ്ട കറക്റ്റ് ഓർഡറിലും ഉണ്ട് അല്ലേ. കമ്പൈൻ ചെയ്താൽ എന്ത് കിട്ടും? സം ബോട്ടിൽ ആർ പ്ലാസ്റ്റിക് എന്ന് കിട്ടും. നമുക്ക് ബോട്ടിലും ബൗളും ആണ് വേണ്ടത്, പക്ഷെ ഇപ്പോൾ സം ബോട്ടിൽ ആർ പ്ലാസ്റ്റിക് എന്ന് കിട്ടി. അതും തേർഡും കൂടെ ചെയ്താലോ? പറ്റത്തില്ലേ. ഇപ്പോൾ 1ഉം 2ഉം കൂടെ ചെയ്തപ്പോൾ കിട്ടിയത് സം ബോട്ടിൽ ആർ പ്ലാസ്റ്റിക്, സം ആണല്ലോ. ഇത് നോയാണേ. സം ബോട്ടിൽ ആർ പ്ലാസ്റ്റിക്കും നോ പ്ലാസ്റ്റിക് ഇസ് ബൗളും പറ്റുമല്ലോ. പ്ലാസ്റ്റിക്കും കറക്റ്റ് ഓർഡറിലാണ്. സമ്മും നോയും ചെയ്താൽ സം നോട്ട് കിട്ടുകയും ചെയ്യും അല്ലേ. എന്താണ് കിട്ടുക? സം ബോട്ടിൽ ആർ നോട്ട് ബൗൾ എന്ന് കിട്ടും. അതാണ് ഞാനിവിടെ എഴുതിയേക്കാം. സം ബോട്ടിൽ ആർ നോട്ട് ബൗൾ. ഇതെവിടെ നിന്ന് കിട്ടി? ആദ്യത്തെ 2 ചെയ്ത് അതും 3ഉം കൂടെ ചെയ്യും. ആദ്യത്തെ 2 സ്റ്റേറ്റ്മെൻറ്റ്സ് 1ഉം 2ഉം കൂടെ കമ്പൈൻ ചെയ്തപ്പോൾ ഒരു സം കിട്ടി. ആ സമ്മും ഈ 3ാമത്തെ നോയും കൂടെ ചെയ്തപ്പോഴാണ് ഈ കിടക്കുന്ന സം നോട്ട് നമുക്ക് കിട്ടിയത് അല്ലേ. സം ബോട്ടിൽ ആർ നോട്ട് ബൗൾ. ഇനി ചോദിച്ചിരിക്കുന്ന കൺക്ലൂഷൻ എന്തുവാ?
ഓൾ ബൗൾ ബീങ് ബോട്ടിലാണ്. ആ ഓർഡർ നോക്കിക്കോണം. ബൗൾ ആദ്യം പിന്നെ ബോട്ടിൽ. അങ്ങനെ ബൗൾ ആദ്യം കിട്ടണമെങ്കിൽ ഇതിനെ തല തിരിക്കണ്ടേ? സം നോട്ടിനെ നമുക്ക് റിവേഴ്സ് ചെയ്യാൻ പറ്റുമോ? സം നോട്ട് ഈസ് നോട്ട് റിവേഴ്സിബിൾ അല്ലേ? ഓളും റിവേഴ്സിബിൾ അല്ല, പക്ഷെ ഓളിനെ തിരിച്ച് നമുക്ക് സമ്മായിട്ടെങ്കിലും പറയാം അല്ലേ? കാര്യം ഓളിന്ന് 2 സം കിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും. സോ ഓളിൻ്റെ കേസ് റിവേഴ്സിബിൾ അല്ലെങ്കിൽ പോലും നമുക്ക് തിരിച്ച് സം എടുക്കാൻ പറ്റും. പക്ഷേ സം നോട്ടിൽ യാതൊരു വകുപ്പും ഇല്ല അല്ലേ? സം നോട്ട് മാത്രമേ ഉള്ളൂ അങ്ങനെ ഒരു പ്രശ്നം. സമ്മും നോയും ആണെങ്കിൽ എന്തായാലും റിവേഴ്സിബിളാണ്. ഓൾ റിവേഴ്സിബിൾ അല്ലെങ്കിൽ അതിൽ 2 സം കിട്ടും. പക്ഷേ ഈ സം നോട്ടിനെ തിരിച്ച് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അല്ലയോ? അപ്പോൾ ബൗൾ ബോട്ടിൽ എന്നുള്ള ഓർഡറിൽ ഇവിടെ കൺക്ലൂഷൻ ഇല്ല. കൺക്ലൂഷൻ ഇല്ലെങ്കിൽ പോസിബിലിറ്റി. സോ ഓൾ ബൗൾ ബീങ് ബോട്ടിൽ ഇസ് എ പോസിബിലിറ്റി എന്ന് ചോദിച്ചാൽ പോസിബിലിറ്റി ഉണ്ട്. എന്തുകൊണ്ടാണ് പോസിബിലിറ്റി ഉള്ളതെന്ന് മനസ്സിലായല്ലോ? കാര്യം കമ്പൈൻ ചെയ്യുമ്പോൾ കിട്ടുന്നത് സം നോട്ടാണ്, പക്ഷേ അത് ബോട്ടിലും ബൗളും ആ ഓർഡറിലാണ് കിട്ടിയത്. ഇവിടെ പോസിബിലിറ്റി ചോദിച്ചിരുന്ന തല തിരിച്ച് ബൗളും ബോട്ടിലും തമ്മിലാണ്. ബൗളും ബോട്ടിലും തമ്മിൽ ഇവിടെ ഒന്നും കിട്ടുന്നില്ല, ബിക്കോസ് സം നോട്ട് ആയതുകൊണ്ട് തന്നെ തിരിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ ഓൾ ബൗൾ ബീങ് ബോട്ടിൽ ഇസ് എ പോസിബിലിറ്റി. നേരെ മറിച്ച് ഓൾ ബോട്ടിൽ ബീങ് ബൗൾ ഇസ് എ പോസിബിലിറ്റി എന്നായിരുന്നു ചോദ്യമെങ്കിൽ തെറ്റ്. കാര്യം സം ബോട്ടിൽ ആർ നോട്ട് ബൗൾ എന്ന് കിട്ടി അല്ലേ? കുറച്ച് ബോട്ടിൽ ബൗളല്ല, അപ്പോൾ പിന്നെ എല്ലാ ബോട്ടിലും ബൗൾ ആവാൻ പറ്റുമോ? ഇല്ല, തെറ്റ്. അതേപോലെ തന്നെ നോ ബോട്ടിൽ ആർ ബൗൾ ഇസ് എ പോസിബിലിറ്റി ആയിരുന്നെങ്കിൽ ശരി. കാര്യം കുറച്ച് ബോട്ടിൽ ബൗൾ എന്ന് കിട്ടി, ബാക്കി കുറച്ച് ബോട്ടിലും അഥവാ ബൗൾ അല്ലെങ്കിൽ നോ ബോട്ടിൽ ബീങ് ബൗൾ ഇസ് എ പോസിബിലിറ്റി. ഓൾ ബോട്ടിൽ ബൗൾ ആവാൻ പറ്റുമോ? ഓൾ ബോട്ടിലും ബൗൾ ആവാൻ പറ്റത്തില്ല, കാര്യം കുറച്ച് ബോട്ടിൽ ബൗൾ അല്ല. അപ്പോൾ പിന്നെ എങ്ങനെ എല്ലാ ബോട്ടിലും ബൗൾ ആവാൻ പറ്റുന്നത് അല്ലേ? സോ ബോട്ടിൽ ബൗൾ എന്നുള്ളതെല്ലാം നമുക്ക് ഇത് വെച്ച് പറയാം. പക്ഷെ തിരിച്ച് ബൗൾ ബോട്ടിൽ തമ്മിൽ എല്ലാം പോസിബിളാണ്. ഓളോ നോയോ സം നോട്ടോ എന്തോ ആയിക്കോട്ടെ, ബൗൾ ബോട്ടിൽ എന്നുള്ള ഓർഡറിൽ എനിത്തിങ് ഇസ് പോസിബിൾ. ബിക്കോസ് നമുക്ക് ബോട്ടിൽ ബൗൾ എന്നുള്ള ഓർഡറിലേക്ക് കിട്ടുന്നുള്ളൂ. അതും സം നോട്ടാണ്. സം നോട്ട് റിവേഴ്സിബിൾ അല്ലാത്തതുകൊണ്ട് ബൗൾ ബോട്ടിൽ തമ്മിൽ ഒന്നും കിട്ടുന്നില്ല. സോ കൺക്ലൂഷൻ ഒന്നും ഇല്ലാത്തതിൻ്റെ ഒരു രീതി തന്നെയാണ് ഇവിടെ വരുന്നത്. അതുകൊണ്ടാണ് ഇത് പോസിബിലിറ്റി ആവുന്നത്. പോസിബിലിറ്റി ശ്രദ്ധിക്കേണ്ട അടുത്തൊരു കേസ് ഇതാണ് കേട്ടോ, സം നോട്ട് വരുമ്പോൾ. ഇപ്പം നമ്മൾ നേരത്തെ 2-3 കേസ് പറഞ്ഞില്ലേ? ഒന്ന് കൺക്ലൂഷൻ ഒന്നും ഇല്ലെങ്കിൽ പോസിബിലിറ്റി. ആ കിടക്കുന്ന ഒരു സാധനത്തിന് ഡെഫിനറ്റ് ആയിട്ടുള്ളതിന് പോസിബിലിറ്റി ആയിട്ട് ചോദിച്ചാൽ തെറ്റ്. മറ്റൊന്ന് നമ്മൾ പഠിച്ചത് നമ്മൾ കൺക്ലൂഷൻ നോക്കിയിട്ട് പോസിബിലിറ്റി ആണോ അല്ലയോ എന്ന് പറയുക കിട്ടുന്ന കൺക്ലൂഷൻ അനുസരിച്ച് അല്ലേ? ഇങ്ങനെ 2-3 നമ്മൾ മനസ്സിലാക്കി വെച്ചു. പിന്നെ അതുപോലെ തന്നെ ക്യാൻ ബി, ക്യാൻ നെവർ ബി, അത് കഴിഞ്ഞ ക്വസ്റ്റൻ പറഞ്ഞു. വേറെ ഒന്ന് ഓർക്കേണ്ടത് ഇതാണ്, സം നോട്ട് കൺക്ലൂഷനായിട്ട് വന്നാൽ തിരിച്ചുള്ളതാണ് ചോദ്യമെങ്കിൽ പോസിബിലിറ്റി. ഈ കറക്റ്റ് ഓർഡറിലാണെങ്കിൽ ഇത് വെച്ച് നോക്കിയോ, പക്ഷെ തിരിച്ചുള്ളതാണെങ്കിൽ പോസിബിലിറ്റി. ഓക്കെ, ഇനി അടുത്ത എന്തോ അത് പോസിബിലിറ്റി ഒന്നും അല്ലേ, ഡെഫിനറ്റ് കൺക്ലൂഷൻ ആണ്. നോ കപ്പ് ഇസ് ബൗൾ. അങ്ങനെ ഒരു നോ ഇവിടെ ഉണ്ടോ? ഉണ്ടല്ലോ. നോ കിട്ടാനുള്ള മാർഗം തന്നെ ഓൾ പ്ലസ് നോ ആണ്. അതങ്ങ് നോക്കിയാൽ മതി അല്ലേ? ഓൾ പ്ലസ് നോ 2ഉം 3ഉം നമ്മുടെ പ്ലാസ്റ്റിക് കറക്റ്റ് ഓർഡറിലാണ്. നോ കപ്പ് ഇസ് ബൗൾ, അത് തന്നെയല്ലേ ചോദിച്ചിരിക്കുന്നത്. നോ കപ്പ് ഇസ് ബൗൾ ഇസ് കറക്റ്റ് ഫ്രം സെക്കൻഡ് ആൻഡ് തേർഡ് സ്റ്റേറ്റ്മെന്റ്. സോ ഇവിടെ 2 കൺക്ലൂഷനും ശരിയാണ്. ബോത്ത് ഫോളോസ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇവിടെ വെറൈറ്റിക്ക് ഉള്ളതൊരു ഫ്യൂ ഉണ്ടെന്നുള്ളതാണ്. ഫ്യൂ ഒക്കെ വന്നാൽ സം, ഫ്യൂ, മോസ്റ്റ്, മെനി അതൊക്കെ സം തന്നെ. അറ്റ്ലീസ്റ്റ് സം ബുക്ക് ആർ പെൻ എന്ന് പറഞ്ഞാൽ സം ബുക്ക് ആർ പെൻ, സം ബുക്ക് ആർ പെൻ. അറ്റ്ലീസ്റ്റ് സം ബുക്ക് ആർ നോട്ട് പെൻ എന്ന് പറഞ്ഞാൽ സം ബുക്ക് ആർ നോട്ട് പെൻ. അറ്റ്ലീസ്റ്റ് ചേർത്ത് എന്ത് സാധനമാണ് പറഞ്ഞിരിക്കുന്നത്? അറ്റ്ലീസ്റ്റ് വെട്ടിയാൽ മാത്രം മതി കേട്ടോ. അറ്റ്ലീസ്റ്റ് ചേർത്തൊരു സെൻറ്റൻസ് വന്നാൽ അറ്റ്ലീസ്റ്റ് നിങ്ങൾ വെട്ടിക്കളയാം, അത്രയേ ഉള്ളൂ. അല്ലാതെ വേറെ പുതിയ സംഭവമൊന്നുമില്ല. നമുക്ക് ചിലപ്പോൾ ആദ്യമായിട്ട് കാണുമ്പോൾ അറ്റ്ലീസ്റ്റോ അതെന്താ, ഒന്നുമില്ല, അറ്റ്ലീസ്റ്റ് ഞങ്ങൾ വിഴുങ്ങുക, ബാക്കിയുള്ളതങ്ങ് എടുത്താൽ മതി. അറ്റ്ലീസ്റ്റ് സം ബുക്ക് ആർ പെൻ, സം ബുക്ക് ആർ പെൻ. അറ്റ്ലീസ്റ്റ് സം ബുക്ക് ആർ നോട്ട് പെൻ, സം ബുക്ക് ആർ നോട്ട് പെൻ, അത്രേ ഉള്ളൂ. മോസ്റ്റ്, മെനി, ഫ്യൂ എന്നൊക്കെ പറഞ്ഞാൽ സം, അത്രേ ഉള്ളൂ. ഫ്യൂ കുറച്ച്. അപ്പോൾ ഇത് സം തന്നെ. എന്തായാലും നമുക്ക് കൺക്ലൂഷൻ നോക്കാം. ആദ്യത്തെ കൺക്ലൂഷൻ ക്യാൻ ബി ആണേ. നമ്മൾ നേരത്തെ പഠിച്ചു ക്യാൻ ബി എന്ന് പറഞ്ഞാൽ പോസിബിലിറ്റിയാണ്. അപ്പോൾ യുവും എക്സും തമ്മിൽ താണ്ട് ഡയറക്റ്റ് ഒരു ബന്ധം ഇവിടെ കിടപ്പുണ്ട് അല്ലേ? അതെന്താ കിടക്കുന്നത്? സം എക്സ് ആർ നോട്ട് യു. സം നോട്ട് ആണേ, പക്ഷെ അവർ ചോദിച്ചിരിക്കുന്നത് യു എക്സ് തമ്മിലാണ്. തിരിച്ചുള്ളതല്ലേ? സം നോട്ട് റിവേഴ്സിബിൾ ആണോ? അല്ല. റിവേഴ്സിബിൾ അല്ലാത്ത സ്ഥിതിക്ക് യു എക്സ് എന്നുള്ള രീതിയിൽ നമുക്ക് കൺക്ലൂഷൻ ഉണ്ടോ? ഇല്ല. ഇത് നമ്മുടെ പ്രീവിയസ് ക്വസ്റ്റൻ്റെ കേസ് തന്നെയാണ് അല്ലേ? അപ്പോൾ ഓൾ യു ക്യാൻ ബി എക്സ് എന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് കറക്റ്റ്. എവിടെ നിന്ന് പറയാം? രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് ഡയറക്റ്റ്ലി പറയാം. കാര്യം അതൊരു സം നോട്ടാണ്, പക്ഷേ നമ്മളടുത്ത് ചോദിച്ചിരിക്കുന്നത് യു എക്സ് എന്നുള്ള ഓർഡറിലാണ്. യു എക്സ് എന്നുള്ളത് ഇവിടുന്ന് കിട്ടുന്നില്ല, ബിക്കോസ് സം നോട്ട് റിവേഴ്സിബിൾ അല്ലാത്തതുകൊണ്ട്. അതുകൊണ്ട് തന്നെ യു എക്സ് എന്നുള്ള ഓർഡറിൽ പോസിബിൾ, നോ പ്രോബ്ലം. ഇനി സം യു ആർ നോട്ട് വി ഇസ് എ പോസിബിലിറ്റി. ആർക്ക് തമ്മിലാണ്? യുവും വിയും. യുവും വിയും താണ്ട് ഇവിടെ കിടപ്പുണ്ട്, മൂന്നാമത്തതിൽ കിടപ്പുണ്ട്. പക്ഷെ അത് സം ആണേ, അത് സം വി ആർ യു ആണ്. നമുക്ക് വേണ്ടത് യു വി എന്നുള്ള ഓർഡറാണ്. അപ്പോൾ റിവേഴ്സ് ചെയ്യണം അല്ലേ? സം ആയതുകൊണ്ട് തന്നെ റിവേഴ്സിബിൾ ആണ് അല്ലേ? റിവേഴ്സ് ചെയ്ത് എന്ത് പറയാം? സം യു ആർ വി എന്ന് കിട്ടും. മൂന്നാമത്തേൽ നിന്ന് സം യു ആർ വി. ചോദിച്ചിരിക്കുന്നത് എന്താണ്? സം യു ആർ നോട്ട് വി ഇസ് എ പോസിബിലിറ്റി. പോസിബിലിറ്റി ഉണ്ട് അല്ലേ? കാര്യം കിട്ടുന്നത് സം യു ആർ വി ആണ്, കുറച്ച് യു വി ആണെന്നാണ്. ബാക്കി കുറച്ച് യു, അപ്പോൾ ചിലപ്പോൾ വി ആവാതിരുന്നൂടെ? അപ്പോൾ ദർ ഇസ് എ പോസിബിലിറ്റി ഡയറക്റ്റ് ഫ്രം ദ തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് നമുക്കത് പോസിബിലിറ്റി ആകാൻ പറയും. കാര്യം കുറച്ചാണെന്നേ കിട്ടുന്നുള്ളൂ, ബാക്കി കുറച്ച് ചിലപ്പോൾ ആവാതെ ഇരിക്കാം. സോ ഇവിടെ ആക്ച്വലി രണ്ടും ഓക്കെയാണ്, രണ്ടും ഫോളോ ചെയ്യും.
അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യനിൽ ആദ്യത്തേത് പോസിബിലിറ്റി അല്ല, നോ വയേഴ്സ് ആർ ബ്ലൂടൂത്ത്. നോ കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഓൾ പ്ലസ് നോ, അതുകൊണ്ട് ഇവിടെ കിടപ്പുണ്ട് ഓൾ പ്ലസ് നോ അല്ലേ. മൊബൈൽ കറക്റ്റ് ഓർഡറിലുമാണ്. നോ ബ്ലൂടൂത്ത് ആർ വയർ, നോ റിവേഴ്സിബിൾ അല്ലേ, അപ്പോൾ നോ വയർ ആർ ബ്ലൂടൂത്ത് അല്ലേ. സോ ഇതെന്തായാലും ശരിയാണ്. ഫ്രം 2 and 3 സെക്കൻഡ് ആൻഡ് തേർഡ് കമ്പൈൻ ചെയ്യുമ്പോൾ ഡയറക്റ്റ്ലി കിട്ടും. ഇനി അടുത്തത് ഈസേ പോസിബിലിറ്റി ആണ്. ആരൊക്കെ തമ്മിലാണ്? സം സ്പീക്കേഴ്സ് ആർ നോട്ട് വയർ, സ്പീക്കറും വയറും. അപ്പോൾ നമുക്ക് ആദ്യമേ നോക്കാം സ്പീക്കറും വയറും തമ്മിൽ എന്തെങ്കിലും കൺക്ലൂഷൻ ഉണ്ടോ എന്ന് നോക്കണം അല്ലേ. അപ്പോൾ ഫ്യൂ ഞാൻ നേരത്തെ പറഞ്ഞേ സമ്മിന് ഇക്വലൻ്റ് ആണ്. സോ സ്പീക്കർ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റിലാണ്, വയർ തേർഡ് സ്റ്റേറ്റ്മെൻറ്റിലാണ്. ആദ്യമേ ഡയറക്റ്റ്ലി പറ്റുമോ നോക്കുക, ഇല്ല, കോമൺ വേർഡ്സ് ഒന്നുമില്ല. അപ്പോൾ പിന്നെ ആദ്യത്തെ രണ്ടെണ്ണം ആദ്യം ചെയ്ത് നോക്കാം. ഈ സമ്മും ഈ ഓളും, ഇത് സമ്മാണല്ലോ, സമ്മും ഓളും ബ്ലൂടൂത്ത് കറക്റ്റ് ഓർഡറിലും ഉണ്ട് അല്ലേ. കമ്പൈൻ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? സം സ്പീക്കേഴ്സ് ആർ മൊബൈൽസ് എന്ന് കിട്ടും. സം സ്പീക്കേഴ്സ് ആർ മൊബൈൽസ്. അതും ഈ മൂന്നാമത്തെ നോയും കൂടെ ചെയ്യാമല്ലോ, സം പ്ലസ് നോ സം നോട്ട് അല്ലേ. അപ്പോൾ സം സ്പീക്കേഴ്സ് ആർ മൊബൈലും നോ മൊബൈൽ ആർ വയറും കൂടെ ആകുമ്പോൾ നമുക്ക് സം സ്പീക്കേഴ്സ് ആർ നോട്ട് വയർ എന്നാണ് കിട്ടുന്നത്. സം സ്പീക്കേഴ്സ് ആർ നോട്ട് വയർ എവിടെ നിന്ന് കിട്ടി? 1ഉം 2ഉം കൂടെ ആദ്യം ചെയ്തു, അപ്പോൾ സം പ്ലസ് ഓൾ സം കിട്ടി. ആ സമ്മും ഈ മൂന്നാമത്തെ നോയും കൂടെ ചെയ്തപ്പോൾ സം നോട്ട് കിട്ടി. പക്ഷേ കിട്ടിയത് സം സ്പീക്കേഴ്സ് ആർ നോട്ട് വയർ. അത് തന്നെയല്ലേ ഇവിടെ ചോദിച്ചിരിക്കുന്നത്, സം സ്പീക്കേഴ്സ് ആർ നോട്ട് വയർ. അപ്പോൾ പോസിബിൾ ആണോ? അല്ലേ? അല്ല. കാര്യം ഡെഫിനറ്റ് ആയിട്ട് കിട്ടുന്നുണ്ട്. 100% ഇവിടെ കമ്പൈൻ ചെയ്യുമ്പോൾ 100% കിട്ടുന്ന ഒരു കൺക്ലൂഷനാണ് സം സ്പീക്കേഴ്സ് ആർ നോട്ട് വയർ. അതെടുത്ത് പോസിബിലിറ്റി ആയിട്ട് ചോദിച്ചാൽ തെറ്റ്. വാട്ട് ഇസ് ദ റീസൺ? ബിക്കോസ് 1ഉം 2ഉം അതും 3ഉം കൂടെ ചെയ്യുമ്പോൾ ഡെഫിനറ്റ് ആയിട്ട് കിട്ടുന്നുണ്ട്. ഇവിടെ പോസിബിലിറ്റി ഇല്ലായിരുന്നെങ്കിൽ ശരിയാണെന്ന് പറയായിരുന്നു, കാര്യം കിട്ടിയല്ലോ അല്ലേ. പോസിബിലിറ്റി ഉള്ള സ്ഥിതിക്ക് പറ്റത്തില്ല. അത് ഡെഫിനറ്റ് ആയിട്ടുള്ള സാധനത്തിന് പോസിബിലിറ്റി ആയിട്ട് എടുക്കരുത്. അതുകൊണ്ട് സോ ഹിയർ ഓൺലി കൺക്ലൂഷൻ 1 ഫോളോസ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലുള്ള വ്യത്യാസം എന്ന് പറയുമ്പോൾ നമുക്കൊരു 4 സ്റ്റേറ്റ്മെൻറ്റ്സും 3 കൺക്ലൂഷനും ഉണ്ട്. അതിലിവിടെ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ മോസ്റ്റ്ലി വരുന്നുണ്ട്. മോസ്റ്റ്ലി എന്ന് പറയുമ്പോൾ അതെന്താണ്? സം ആണ്, കൂടുതൽ ഇതൊന്നുമില്ല. പക്ഷേ കൺക്ലൂഷനിൽ ഒരു ഒള്ളി വരുന്നുണ്ട്. ഒള്ളി വരുമ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം അല്ലേ, ഒരു എക്സ്ട്രാ ഒരു സ്ട്രെസ് ഉണ്ട് ഉള്ളിക്ക്. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യത്തെ കൺക്ലൂഷൻ പറയുന്നത് ഒള്ളി JRI. അതിൻ്റെ അർത്ഥം എന്താണ്? ഒള്ളി JRI എന്ന് പറയുമ്പോൾ ജെ മാത്രമാണ് ഐ ആവുന്നതെന്ന്. ജെ മാത്രമാണ് ഐ ആവുന്നത്, അതായത് വേറൊരാൾ ഐ ആകരുതെന്ന് അല്ലേ. അത് ശരിയാണോ? അത് ശരിയല്ല. കാര്യം ജെ ഒക്കെ ഐ ആവുന്നുണ്ട്, അത് സത്യവാ. പക്ഷേ ഇവിടെ നാട് കിടപ്പില്ലേ എ ഫ്യൂ HRI എന്നും കിടപ്പില്ലേ. എ ഫ്യൂ എന്ന് പറഞ്ഞാൽ എന്താ? സം അല്ലേ. സം ഹെച്ചും ഐ ആവുന്നില്ലേ അല്ലേ. അപ്പോൾ പിന്നെ ഒള്ളി JRI എന്ന് പറഞ്ഞാൽ അത് ശരിയാണോ? അതെന്തായാലും ശരിയല്ല അല്ലേ. ജെ ഒക്കെ ഐ ആവുന്നുണ്ട്, സംഭവമൊക്കെ ശരി തന്നെ. പക്ഷേ ജെ മാത്രമാണ് ഐ എന്ന് പറഞ്ഞാൽ നമുക്ക് തീർത്തു പറയാൻ പറ്റത്തില്ല. കാര്യം വേറൊരു സ്റ്റേറ്റ്മെൻറ്റിൽ ഹെച്ചും ഐ ആവുന്നതായിട്ട് പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇതെന്തായാലും തീർത്തു പറയാൻ പറ്റത്തില്ല. അതിന് പോസിബിലിറ്റി ആണെങ്കിൽ പോലും അല്ല അല്ലേ. ഒള്ളി JRI ഈസ് എ പോസിബിലിറ്റി എന്ന് പറഞ്ഞാലും അല്ല. കാര്യം HI ആവുന്ന സ്ഥിതിക്ക് അങ്ങനെ എന്തായാലും പറയാൻ പറ്റത്തില്ല. ഇനി അടുത്തത് ഓൾ K ബീങ് I ഈസ് എ പോസിബിലിറ്റി. ആരൊക്കെ തമ്മിലാണ്? കെയും ഐയും. അതാണ്ട് ഇവിടെ ഉണ്ട് കണ്ടോ, കെയും ഐയും. ഓൾ പ്ലസ് നോ നോയാണ്, ജെ കറക്റ്റ് ഓർഡറിലാണ്. നോ IRK എന്ന് കിട്ടും. നോ IRK അല്ലെങ്കിൽ നോ KRI. നോ KRI എന്ന് പറയുമ്പോൾ പിന്നെ ഓൾ K ബീങ് I പോസിബിൾ ആണോ? ഒരു സാധ്യതയില്ല അല്ലേ. അത് നമുക്ക് എവിടെ നിന്ന് കിട്ടി? 3ഉം 4ഉം കൂടെ കമ്പൈൻ ചെയ്തപ്പോഴാണ് പറയാൻ പറ്റിയത്. അല്ല, പോസിബിലിറ്റി ആണെന്നല്ല, അല്ല കേട്ടോ, പോസിബിലിറ്റി അല്ല. ഇങ്ങനത്തെ തെറ്റും വരുത്തരുത് കേട്ടോ. പോസിബിലിറ്റി ആണെന്ന് പറഞ്ഞിട്ട് അവിടെ അല്ലാന്ന് ടിക്ക് ഇടുന്നതും അങ്ങനെ ചെയ്യരുത്. അപ്പോൾ ഓൾ K ബീങ് I പോസിബിൾ ആണോ? പോസിബിൾ അല്ല. കാര്യം 3ഉം 4ഉം കൂടെ ചെയ്യുമ്പോൾ നമുക്ക് അല്ല എന്ന് കിട്ടുന്നത്. നോ IRK അല്ലെങ്കിൽ നോ KRI എന്ന് കിട്ടുന്നത്. ഒരു കെ പോലും ഐ അല്ല. അപ്പോൾ പിന്നെ എല്ലാ കെയും ഐ ആവാൻ യാതൊരു സാധ്യതയും ഇല്ല. ഇറ്റ് ഇസ് റോങ്. അടുത്തത് സം H ബീങ് K ഈസ് എ പോസിബിലിറ്റി. ആരൊക്കെ തമ്മിലാണ്? ഹെച്ചും കെയും. എച്ച് സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റിലുണ്ട്, കെ തേർഡ് സ്റ്റേറ്റ്മെൻറ്റിലുണ്ട്. ഡയറക്റ്റ് കോമ്പിനേഷൻ പറ്റത്തില്ല. അപ്പോൾ നമുക്ക് 2ഉം 3ഉം കൂടെ ആദ്യം ചെയ്ത് നോക്കാം. ഇത് സമ്മാണേ. സമ്മും ഓളും കൂടെ ചെയ്യുമ്പോൾ സം HRJ എന്ന് കിട്ടും അല്ലേ. സം HRJയും ഇതും കൂടെ ചെയ്യുമ്പോൾ സം HR നോട്ട് കെ എന്ന് കിട്ടും അല്ലേ. 2ഉം 3ഉം കൂടെ ചെയ്യുമ്പോൾ സമ്മാണ്. ആ കിട്ടിയ സമ്മും നാലാമത്തെ നോയും കൂടെ ചെയ്യുമ്പോൾ സം നോട്ട് അല്ലേ. സം HR നോട്ട് കെ. സം HR നോട്ട് കെ എന്താ ചോദിച്ചിരിക്കുന്നത്? സം H ബീങ് K ഈസ് എ പോസിബിലിറ്റി ആണ് അല്ലേ. കാര്യം നമുക്ക് സം HR നോട്ട് കെ, സം HR നോട്ട് കെ എന്നേ കിട്ടിയുള്ളൂ. ബാക്കി സം H ചിലപ്പോൾ കെ ആയിക്കൂടെ അല്ലേ. സോ ദർ ഇസ് എ പോസിബിലിറ്റി. എവിടെ നിന്ന് പറയാം? 2ഉം 3ഉം കൂടെ ചെയ്തപ്പോൾ ഒരു സം കിട്ടി, അതും നാലാമത്തെ നോയും കൂടെ ചെയ്തപ്പോൾ കിട്ടിയത് സം നോട്ടാണ്. ആ സം നോട്ടിൽ നിന്ന് ഈ സം പോസിബിൾ ആണെന്ന് പറയാൻ പറ്റുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. കാര്യം സം HR നോട്ട് കെ എന്നേ ഉള്ളൂ. അപ്പോൾ ബാക്കി സം H ചിലപ്പോൾ കെ ആവാം. അതുകൊണ്ട് ഈസ് എ പോസിബിലിറ്റി. അപ്പോൾ ഇവിടെ നമുക്ക് ആക്ച്വലി മൂന്നാമത്തെ കൺക്ലൂഷൻ മാത്രമാണ് കിട്ടുന്നത്. ഓക്കെ, അടുത്തത് നോക്കാം. അടുത്തതാണ്ട് ആദ്യത്തെ കൺക്ലൂഷൻ പോസിബിലിറ്റി അല്ല. സം K ആർ നോട്ട് ബി. സം K ആർ നോട്ട് ബി. ഇതാണ്ടേ
നോ പ്ലസ് ഓൾ നമ്മൾ റൂൾ പഠിച്ചിട്ടുണ്ട്, സം നോട്ട് റിവേഴ്സ് അല്ലേ. നോ പ്ലസ് ഓളിൻ്റെ ആൻസർ എന്താ? സം നോട്ട് റിവേഴ്സ്. താഴെ നിന്ന് മുകളിലോട്ട് എഴുതാം. ഇസഡും കറക്റ്റ് ഓർഡറിലാണ്. താഴെ നിന്ന് മുകളിലോട്ട് എഴുതുമ്പോൾ സം കെ ആർ നോട്ട് ബി, അത് തന്നെയല്ലേ ചോദിച്ചിരിക്കുന്നത്, സം കെ ആർ നോട്ട് ബി. ഇനി ആ റൂൾ അറിഞ്ഞുകൂടെങ്കിൽ ഇത് തിരിച്ചിട്ടാൽ മതി, ഓൾ നോ ആയിട്ട് എടുക്കുക, എന്നിട്ട് ഓളിൻ്റെ അടുത്ത് സം ആക്കി റിവേഴ്സ് ചെയ്യുക. അപ്പോൾ അപ്പോഴും ഇത് തന്നെ കിട്ടും, സം കെ ആർ നോട്ട് ബി എന്ന് കിട്ടും. അപ്പോൾ ഡയറക്റ്റ് റൂൾ അറിയാമെങ്കിൽ അങ്ങനെ ചെയ്യാം, റിവേഴ്സിൻ്റെ റൂൾ അറിയാമെങ്കിൽ അങ്ങനെ ചെയ്യാം. നോ പ്ലസ് ഓളും നോ പ്ലസ് സമ്മും ആണ്, ആ രണ്ടെണ്ണത്തിനാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? സം നോട്ട് റിവേഴ്സ്. താഴെ നിന്ന് മേളിലോട്ട് കൺക്ലൂഷൻ എഴുതുന്നത് ഈ രണ്ട് റൂൾസിന് മാത്രമാണ് അല്ലേ. അപ്പോൾ ഇവിടെ ആ റൂൾ അറിയാമെങ്കിൽ നമുക്ക് ഡയറക്റ്റ്ലി ചെയ്യാം, അല്ലെങ്കിൽ തിരിച്ചിട്ട് ഓൾ പ്ലസ് നോ ആക്കി ഓളിനെ റിവേഴ്സ് ചെയ്ത് സമ്മും കൂടെ ആക്കണം, വേർഡ്സ് സെയിം ആവാൻ. അപ്പോൾ നോ പ്ലസ് ഓൾ അറിയാമെങ്കിൽ ഇറ്റ്സ് വെരി ഈസി. താഴെ നിന്ന് മുകളിലോട്ട് നോക്കുമ്പോൾ തന്നെ സം കെ ആർ നോട്ട് ബി, ഇറ്റ് ഇസ് കറക്റ്റ്. 2 ഉം 3 ഉം കൂടെ ചെയ്യുമ്പോൾ അടുത്തത് മേ ബി ആണ്. അപ്പോൾ പോസിബിലിറ്റി ആണേ കെയും ഇസഡും തമ്മിലാണ്. കെയും ഇസഡും തമ്മിൽ ഇവിടെ എന്തെങ്കിലും ബന്ധമുണ്ടോ? അത് ഡയറക്റ്റ്ലി കിടപ്പുണ്ട് മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റിൽ അല്ലേ. ഓൾ ഇസഡ് ആർ കെ, ഓൾ ഇസഡ് ആർ കെ എന്ന് നമുക്ക് എന്ത് പറയാം? തിരിച്ച് നമുക്ക് സം കെ ആർ ഇസഡ് എന്ന് പറയാം. ഓളിൽ നിന്ന് 2 സം ഉണ്ടല്ലോ, അപ്പോൾ സം കെ ആർ ഇസഡ്, സം കെ ആർ ഇസഡ്. അവർ ചോദിച്ചിരിക്കുന്നത് എന്താ? ഓൾ കെ മേ ബി ഇസഡ്. പോസിബിൾ ആണ് അല്ലേ, കാര്യം സം കെ ആർ ഇസഡ് ആകുമ്പോൾ ബാക്കി കുറച്ച് സമ്മും ചിലപ്പോൾ ആയാൽ ഓൾ കെ മേ ബി ഇസഡ്. കറക്റ്റാണ്. അത് നമുക്ക് ഡയറക്റ്റ് എവിടുന്ന മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് മാത്രം പറയാവുന്ന ഒരു സാധനമാണ്. പക്ഷേ ഇത് ഓളിന് പകരം സം ആയിരുന്നെങ്കിൽ തെറ്റായിരുന്നു അല്ലേ. സം കെ മേ ബി ഇസഡ് ആണെങ്കിൽ റോങ്, കാര്യം അതിവിടെ ഡെഫിനറ്റ്ലി കിട്ടുന്നതാണ്. ഓളിനെ റിവേഴ്സ് ചെയ്യുമ്പോൾ 100% കിട്ടുന്ന ഒരു സാധനമാണ് സം കെ ആർ ഇസഡ്. അതായിരുന്നു ചോദിച്ചിരുന്നെങ്കിൽ തെറ്റ്. പക്ഷേ ഓൾ കെ മേ ബി ഇസഡ് ആയതുകൊണ്ട് പോസിബിലിറ്റി ആണ്, കാര്യം സം കെ ആർ ഇസഡിനെ കിട്ടുന്നുള്ളൂ. ബാക്കി സം കെയും ചിലപ്പോൾ ആണെങ്കിൽ ഓൾ കെ ആവാനുള്ളൊരു സാധ്യത ഉണ്ട്. ഇനി ലാസ്റ്റ് വൺ പോസിബിലിറ്റി അല്ല, സം എക്സ് ആർ നോട്ട് ഇസഡ്. കറക്റ്റ് ആണ്. അതാണ്ട് എക്സ് ഇവിടെ ഇസഡ് ഇവിടെ, സം പ്ലസ് നോ, സം നോട്ട് അല്ലേ, ബി കറക്റ്റ് ഓർഡറിലാണ്. സം എക്സ് ആർ നോട്ട് ഇസഡ്, അതും ശരിയാണ്. അത് 1 ഉം 2 ഉം കൂടെ ചെയ്യുമ്പോൾ കിട്ടുന്നുണ്ട്. സോ ആക്ച്വലി എല്ലാം കിട്ടുന്നുണ്ട്, ഓൾ ഫോളോസ് ആണ്. ഇനി ഇവിടെ ഞാൻ വേറൊരു കാര്യം കൂടെ പറഞ്ഞുതരാം. അതായത് ചില സമയത്ത് പ്രത്യേകിച്ച് ഈ സിലോജിസത്തിലൊക്കെ 3 ഉം 4 ഉം ഒക്കെ കൺക്ലൂഷൻ വരുന്ന കേസിൽ ചിലപ്പോൾ നമുക്ക് കൺക്ലൂഷനായിട്ട് നമുക്കിപ്പോൾ സാധാരണഗതി 2 കൺക്ലൂഷൻ ആണെങ്കിൽ only 1 follows, only 2 follows, both, either, neither, ഇതൊക്കെ ആണല്ലോ. 5 കൺക്ലൂഷൻ കാണും, അത് നമുക്കറിയാം. പക്ഷേ ഈ കൂടുതൽ കൺക്ലൂഷൻസ് വരുന്ന കേസിൽ ലൈക്ക് 3, 4, 5 അങ്ങനെയൊക്കെ കൺക്ലൂഷൻസ് വരുന്ന കേസിൽ നമുക്ക് വേറൊരു രീതിയിലായിരിക്കും ആൻസർ ചെയ്തിരുന്നത് അല്ലേ. only 1, only 2, 2 and 3, 2, 3 and 4 അങ്ങനെയൊക്കെ പല രീതികളിലായിരിക്കും അല്ലേ. അവിടെ നമുക്ക് സാധാരണഗതിയിൽ വരാനുള്ള 2 കൺക്ലൂഷൻ ഉണ്ട്. ഒന്ന് നൺ ഫോളോസും മറ്റൊന്ന് നൺ ഓഫ് ദീസും. ആ 2 എണ്ണം തമ്മിലുള്ള വ്യത്യാസം സിലോജിസത്തിൽ മാത്രമല്ല വേറെ ചിലയിടത്തും ഒക്കെ അത് കയറി വരാം. അപ്പം അത് തമ്മിൽ നമുക്ക് ക്ലിയർ ആയിരിക്കണം. അതായത് നൺ ഫോളോസ് എപ്പോൾ നമ്മൾ കുത്തണം, നൺ ഓഫ് ദീസ് എപ്പോൾ കുത്തണം. നൺ ഫോളോസ് എന്ന് പറഞ്ഞാൽ നമുക്കൊന്നുമേ കിട്ടുന്നില്ലെങ്കിൽ നൺ ഫോളോസ്. ഉദാഹരണത്തിന് ഇവിടെ നമുക്ക് 3 കൺക്ലൂഷനും കിട്ടുന്നില്ലെങ്കിൽ നമ്മൾ മാർക്ക് ചെയ്യേണ്ടത് നൺ ഫോളോസ് എന്നാണ്, ഒന്നും ഫോളോ ചെയ്യുന്നില്ല. ഓക്കെ, ഇവിടെ പക്ഷേ നമുക്ക് 3ഉം കിട്ടി. സോ ആക്ച്വലി ഇവിടുത്തെ ആൻസർക്ക് വരേണ്ടത് എന്താണ്? ഓൾ ഫോളോസ് എന്ന് വരണം, അല്ലെങ്കിൽ 1, 2 and 3 ഫോളോ, അത്തരത്തിലുള്ള ആൻസർ കീ വരണം. സപ്പോസ് നമ്മുടെ ആൻസർ കീയുടെ കൂട്ടത്തിൽ അങ്ങനെ ഒരു ആൻസർ കീ തന്നിട്ടില്ല, അവർ കൊടുത്തിരിക്കുന്നത് only 1 follows, only 2 follows, 2 and 3 follows, 3 and 2 follows, ഇത്തരത്തിലുള്ള ആൻസർ കീയാണ് അവർ കൊടുത്തിരിക്കുന്നത്. അതൊന്നും നമുക്ക് മാർക്ക് ചെയ്യാൻ പറ്റത്തില്ല, കാര്യം അതൊന്നും അല്ല ശരി. ശരി എന്താണ്? ഓൾ ഫോളോസ് അല്ലെങ്കിൽ 1, 2 and 3 follows, ഇതാണ് ശരി. അങ്ങനെ ഒരു ആൻസർ കീ ആ കൂട്ടത്തിലില്ല. അപ്പോൾ നമ്മൾ മാർക്ക് ചെയ്യേണ്ടതാണ് നൺ ഓഫ് ദീസ്. അതായത് നൺ ഓഫ് ദീസ് എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താണ്? ഈ കൂട്ടത്തിലുള്ളതല്ല. ഓക്കെ, അപ്പോൾ ഇത് തമ്മിലുള്ള വ്യത്യാസം അറിഞ്ഞിരിക്കണം. നൺ ഫോളോസ് എന്ന് പറഞ്ഞാൽ ഒന്നുമേ കിട്ടാത്തപ്പോഴാണ് നൺ ഫോളോസ്. കിട്ടി പക്ഷേ അത് തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഇല്ലാത്തതാണ് പ്രശ്നമെങ്കിൽ നൺ ഓഫ് ദീസ്, ഈ കൂട്ടത്തിലുള്ളതല്ല. ഓക്കെ, അടുത്തത് നോക്കാം. സം എഫ് ആർ നോട്ട് ടി. സം എഫ് ആർ നോട്ട് ടി ശരിയാണ്. അതാ 2 ഉം 3 ഉം സം നോയും അല്ലേ. സം എഫ് ആർ നോട്ട് ടി അല്ലേ, അപ്പോൾ കറക്റ്റാണ്. അത് പോസിബിലിറ്റി ഒന്നും അല്ലായിരുന്നു. അപ്പോൾ അത് 2 നും 3 നും കിട്ടി. അടുത്തത് അതും പോസിബിലിറ്റി അല്ല. നോ എഫ് ഇസ് ജി, അങ്ങനൊരു അത് തെറ്റാണ്. അതുകൊണ്ട് എഫും ജിയും ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റിലുണ്ട്, അത് നോ അല്ലല്ലോ, ഓൾ അല്ലേ. അപ്പോൾ അവിടെ നമുക്ക് നോ കിട്ടത്തില്ല. റോങ് ഫ്രം ദ ഫസ്റ്റ്. അടുത്തത് പോസിബിലിറ്റി ആണ്, മേ വരുന്നുണ്ട്. സം ടി മേ നോട്ട് ബി എസ്, മേ നോട്ട് ബി എസ്, അത് തെറ്റല്ലേ. സം ടി മേ നോട്ട് ബി എസ് എന്നല്ല, ആക്ച്വലി നോ ടി ആർ എസ് അല്ലേ. ബിക്കോസ് ഇവിടെ നോ എസ് ആർ ടി അല്ലെങ്കിൽ നോ ടി ആർ എസ് എന്നാണ്, ഒരു ടി പോലും എസ് അല്ല. അപ്പോൾ പിന്നെ സം ടി മേ നോട്ട് ബി എസ്, ചിലപ്പോൾ എസ് ആയിരിക്കത്തില്ല എന്ന് പറയുന്നതിലൊരു ന്യായമുണ്ടോ? അത് ശരിയല്ല അല്ലേ. ഒന്ന് ഡെഫിനറ്റ് ആയിട്ട് നമുക്ക് ഉള്ള ഒരു സാധനമാണ് അല്ലേ. നോ ടി ആർ എസ് എന്ന് തന്നെ ഉണ്ട് 100%, ഒരു ടീം എസ്സും അല്ല. അപ്പോൾ പിന്നെ സം ടി മേ നോട്ട് ബി എസ് എന്ന് പറയുന്നത് ഇസ് റോങ്.
കാര്യം അത് ഡെഫിനറ്റ്ലി ഉള്ളൊരു സാധനമാണ്. ഇറ്റ് ഇസ് 100%. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ 100% ഉള്ളൊരു സാധനത്തിന് സാധ്യത എന്ന് പറഞ്ഞ് ചോദിക്കേണ്ട ഒരു ആവശ്യവുമില്ല അല്ലേ. ആ ഒരു വകുപ്പിൽ തന്നെ നമുക്ക് പെടുത്താം. കാര്യം നോ TRS ആണ്, അല്ലെങ്കിൽ ഒരു ടീം എസ് അല്ല, അല്ലെങ്കിൽ സം TR നോട്ട് എസ്, ബോത്ത് ആർ ദ സെയിം അല്ലേ. അപ്പോൾ പിന്നെ സം T മേ നോട്ട് ബി എസ് എന്ന് പറയേണ്ട ആവശ്യം അവിടെ വരുന്നില്ല. അപ്പോൾ അത് തെറ്റ്. സോ ഇവിടെ ആക്ച്വലി ഓൺലി കൺക്ലൂഷൻ 1 follows. പിന്നെ അതുപോലെ തന്നെ ഒരു കാര്യം ഓർത്തോണം, ഈ കൂടുതൽ കൺക്ലൂഷൻസ് വരുന്ന കേസിൽ രണ്ടിൽ കൂടുതൽ കൺക്ലൂഷനോ കിട്ടാതെ വരുമ്പോൾ കോംപ്ലിമെൻ്ററി പെയർ നോക്കിക്കോണം. പക്ഷേ അത് പോസിബിലിറ്റിയിലല്ല, ഡെഫിനറ്റ് ആയിട്ടുള്ളത് നോക്കിയാൽ മതി. ഓക്കെ, നെക്സ്റ്റ് വൺ. ആദ്യത്തേത് പോസിബിലിറ്റി അല്ല. സം പെയിൻസ് ആർ ഡെഫിനറ്റ്ലി നോട്ട് ലൈൻസ്. അഗെയിൻ ഡെഫിനറ്റ്ലി എന്നൊരു വേർഡ് വരുമ്പോൾ ഇതെന്താണ് എന്ന് ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഡെഫിനറ്റ്ലി എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താ? ഉറപ്പായിട്ടും അല്ലേ. അപ്പോൾ സം പെയിൻസ് ആർ ഡെഫിനറ്റ്ലി നോട്ട് ലൈൻസ് എന്ന് പറയുമ്പോൾ അത് എന്തിനു തുല്യമാണ്? സം പെയിൻസ് ആർ നോട്ട് ലൈൻ, അത്രേ ഉള്ളൂ അല്ലേ. സം പെയിൻസ് ആർ നോട്ട് ലൈൻ എന്ന് ഇവിടുന്ന് കിട്ടുമോ എന്ന് നോക്കാം. ഇവിടുന്ന് സം നോട്ട് വരുത്തതേ ഇല്ല അല്ലേ. പാവപ്പെട്ട 2 സം ഒരു ഓളം എടുക്കുന്നത്, അവിടുന്ന് എവിടുന്ന് സം നോട്ട് വരാനാണ്? സോ അപ്പോൾ തന്നെ അത് തെറ്റ്. ഇനി അടുത്ത എന്താണ്? ഓൾ കളർ ബീങ് സ്ട്രോക്ക് ഇസ് എ പോസിബിലിറ്റി. കളർ ബീങ് സ്ട്രോക്ക് എന്തായാലും പോസിബിലിറ്റി ഉണ്ടാവും. ഈ സമ്മും ഓളും ഒക്കെ സ്റ്റേറ്റ്മെൻറ്റ് പാർട്ടി വരുന്നുണ്ടെങ്കിൽ ഓളിനും സമ്മിനും ഒക്കെ എന്തായാലും പോസിബിലിറ്റി കാണും. കളറും സ്ട്രോക്കും പക്ഷേ ഡെഫിനറ്റ്ലി ഉള്ള സാധനമാണോ നോക്കണം കേട്ടോ. അങ്ങനെയാണെങ്കിൽ തെറ്റായിരിക്കും. കളറും സ്ട്രോക്കും നമുക്ക് കിട്ടുന്നുണ്ടോ നോക്കാം. കളർ സ്ട്രോക്കും ഒരുമിച്ച് നമ്മൾ എവിടെയും കാണുന്നില്ല അല്ലേ. നമുക്ക് കോമ്പിനേഷനിൽ പറ്റുമോ നോക്കാം. ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്യുമ്പോൾ ലൈനും പെയിൻറ്റും തമ്മിലാണ് കിട്ടുന്നത്. ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്യാൻ പറ്റത്തില്ല, ഇത് രണ്ടും കൂടെ പറ്റത്തില്ല. സോ കൺക്ലൂഷൻ കിട്ടുന്നില്ല അല്ലേ. കളറും സ്ട്രോക്കും തമ്മിൽ കൺക്ലൂഷൻ ഇല്ല. അപ്പോൾ പോസിബിലിറ്റി ആണ്. സോ കൺക്ലൂഷൻ 2 follows. ഒള്ളിയുടെയൊക്കെ കേസ് നമ്മൾ ഒള്ളിയുടെ ക്ലാസ്സിൽ എടുത്തിട്ടുണ്ട് കേട്ടോ. അത് നോക്കിക്കോണേ. ഒള്ളിയുടെ വീഡിയോയ്ക്കകത്ത് ഒള്ളിയുടെ പോസിബിലിറ്റി വരുന്ന ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അല്ലയോ. അതുപോലെ തന്നെ ഒള്ളിയ ഫ്യൂയുടെ കേസിലും അതിനകത്തൊക്കെ നമ്മൾ പോസിബിലിറ്റി, അതിൻ്റെ കറസ്പോണ്ടിങ് പോസിബിലിറ്റി ഒക്കെ അവിടെയൊക്കെ തന്നെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടേ. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ക്വസ്റ്റൻ കൂടെ നോക്കിയോ. ഇതിൽ ആദ്യത്തത് സം ഇമ്പോർട്ടൻ്റ് ആർ ന്യൂസ്. പോസിബിലിറ്റി അല്ല, ഡെഫിനറ്റ് കൺക്ലൂഷൻ ആണ് അല്ലേ. സം ഇമ്പോർട്ടൻ്റ് ആർ ന്യൂസ് എന്നൊരു സാധനം കിട്ടുമോ നോക്കാം. ഇത് 2 സം എന്തായാലും ചെയ്യാൻ പറ്റത്തില്ല. ഈ സമം ഈ ഓളും ഇല്ല. ഇത് 2 വേണമെങ്കിൽ ചെയ്യാം അല്ലേ. സം ഇമ്പാക്റ്റ് ആർ ഇമ്പോർട്ടൻ്റ് എന്നാണ് കിട്ടുന്നത്. സം ഇമ്പാക്റ്റ് ആർ ഇമ്പോർട്ടൻ്റ്, അത് വെച്ച് വേണമെങ്കിൽ ഇതിപ്പോൾ അങ്ങ് ആൻസർ ചെയ്തേക്കാം അല്ലേ. സം ഇമ്പാക്റ്റ് ആർ ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഓൾ ഇമ്പോർട്ടൻറ്റ് ക്യാൻ ബി ഇമ്പാക്റ്റ് ഓക്കെ ആണ് അല്ലേ. ക്യാൻ ബി പോസിബിലിറ്റി അല്ലേ. സം ഇമ്പാക്റ്റ് ആർ ഇമ്പോർട്ടൻ്റ് എന്ന് കിട്ടി. 2ഉം 3ഉം കൂടെ കമ്പൈൻ ചെയ്തപ്പോൾ സം ഇമ്പാക്റ്റ് ആർ ഇമ്പോർട്ടൻ്റ് നമുക്ക് റിവേഴ്സ് ചെയ്യാം. സം അല്ലേ. അപ്പോൾ സം ഇമ്പോർട്ടൻ്റ് ആർ ഇമ്പാക്റ്റ്. സോ ഓൾ ഇമ്പോർട്ടൻറ്റ് ക്യാൻ ബി ഇമ്പാക്റ്റ് പോസിബിൾ ആണ് ഫ്രം 2 and 3. അതങ്ങ് കിട്ടി. ആദ്യത്തെ സം പക്ഷേ കിട്ടുമോ? സം ഇമ്പോർട്ടൻ്റ് ആർ നോട്ട് ന്യൂസ്. ഈ 2 സം ചെയ്യാൻ പറ്റത്തില്ല. ഈ സമ്മോളം ചിലപ്പോൾ വേറെ ഒരെണ്ണം കിട്ടിയത്. ഈ സമ്മോളം ചെയ്യാൻ പറ്റത്തില്ല. ഇതും കൂടി ഇല്ല, കിട്ടത്തില്ല. സം ഇമ്പോർട്ടൻ്റ് ആർ ന്യൂസ് ഡയറക്റ്റ്ലിയും കിടപ്പില്ല. സോ ഇത് തെറ്റ്. അതുപോലെ തന്നെ ഇതും കിട്ടത്തില്ല. ഇതൊരു നോട്ട് വരുന്നതല്ലേ അല്ലേ. ഇതൊക്കെ 2 സമ്മും ഒരു ഓളും ഭാവത്തുകൾ, അതൊന്നും എവിടെ നിന്ന് നോ ഇട്ടാനാ അല്ലേ. നോയും വരാൻ പോകുന്നില്ല. സോ അതും തെറ്റ്. സോ ഇവിടെ ഓൺലി കൺക്ലൂഷൻ 2 follows. ഇവിടെ തന്നെ ഈ ഓൾ ഇമ്പോർട്ടൻറ്റ് ക്യാൻ ബി ഇമ്പാക്റ്റിന് പകരം സം ഇമ്പോർട്ടൻറ്റ് ക്യാൻ ബി ഇമ്പാക്റ്റ് ആയിരുന്നെങ്കിലോ തെറ്റായിരുന്നു. കാര്യം സം ഇമ്പോർട്ടൻറ്റ് ക്യാൻ ബി ഇമ്പാക്റ്റ് എന്ന് സാധ്യതയായിട്ട് പറയാൻ പറ്റത്തില്ല, ബിക്കോസ് ഇത് ഡെഫിനറ്റ്ലി കിട്ടുന്നതാണേ. പക്ഷേ ഓൾ ആയതുകൊണ്ട് പോസിബിലിറ്റിയാണ്. അതുപോലെ തന്നെ ഇവിടെ സം ഇമ്പോർട്ടൻ്റ് ആർ ന്യൂസ് നമ്മൾ തെറ്റാന്ന് പറഞ്ഞു അല്ലേ. കാര്യം അത് കിട്ടുന്നില്ല. അത് തന്നെ സം ഇമ്പോർട്ടൻ്റ് ആർ ന്യൂസ് ഇസ് എ പോസിബിലിറ്റി ആയിരുന്നെങ്കിലോ നമുക്ക് സാധ്യതയെന്ന് പറയായിരുന്നു. പക്ഷേ കൺക്ലൂഷൻ കിട്ടുന്നില്ല, ചിലപ്പോൾ പോസിബിലിറ്റി ഉണ്ട് എന്ന് പറയായിരുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ പോസിബിലിറ്റിയുടെ കേസ്. ഒള്ളിയും ഒള്ളിയ ഫ്യൂവിൻ്റെതും നിങ്ങൾ അതിൻ്റെ വീഡിയോസ് നോക്കിയോണം കേട്ടോ. അതിനകത്ത് പോസിബിലിറ്റി വരുന്ന കേസുകൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതും ഇച്ചിരി ശ്രദ്ധിക്കേണ്ട സംഭവങ്ങളാണ്. അതിൻ്റെ ക്ലാസ് നോക്കുക. അല്ലാതെ നമ്മൾ പോസിബിലിറ്റിയിൽ നോക്കേണ്ടത് ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. ഒന്ന്, എപ്പോഴും പോസിബിലിറ്റി എന്ന് പറഞ്ഞുകൊണ്ടൊരു കൺക്ലൂഷൻ കാണുമ്പോൾ അതിൽ ഇൻവോൾവ് ആയിരിക്കുന്ന 2 വേർഡ്സ് ഇങ്ങോട്ട് എടുക്കുക. അത് തമ്മിൽ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് എന്തെങ്കിലും കൺക്ലൂഷൻ കിട്ടുന്നുണ്ടോ നോക്കുക. ഓൾ, സം, നോ, സം നോട്ട്, അത്തരത്തിൽ എന്തെങ്കിലും ഒരു കൺക്ലൂഷൻ കിട്ടുന്നുണ്ടെങ്കിൽ ആ കൺക്ലൂഷൻ്റെ അടിസ്ഥാനത്തിൽ ഈ ചോദിച്ചിരിക്കുന്ന കാര്യം പോസിബിൾ ആണോ, എന്തെങ്കിലും സാധ്യതയുണ്ടോ, അതോ തീരെ സാധ്യതയില്ലയോ എന്ന് ചെക്ക് ചെയ്യുക. ഇനി ഡെഫിനറ്റ് ആയിട്ടുള്ള ഒരു സാധനം പോസിബിലിറ്റിയുടെ ചോദിച്ചാൽ തെറ്റ്. അത് റിവേഴ്സ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണെങ്കിൽ പോലും ഡെഫിനറ്റ് ആയിട്ടുള്ള ഒരു സാധനം 100% കിട്ടുന്ന ഒരു സാധനം പോസിബിലിറ്റിയുടെ എടുത്ത് ചോദിച്ചാൽ തെറ്റ്. എന്തെങ്കിലും സാധ്യത ഉണ്ടെങ്കിൽ ഓക്കെ. ഇനി കൺക്ലൂഷൻ ഒന്നും കിട്ടുന്നില്ലെങ്കിൽ പോസിബിലിറ്റി. അതുപോലെ തന്നെ മേ ബി, ക്യാൻ ബി ഒക്കെ വന്ന പോസിബിലിറ്റിയാണ്. പിന്നെ ക്യാൻ നെവർ ബി വരുമ്പോൾ പക്ഷേ ഡെഫിനറ്റ് ആണ്. ഇത്രയും കാര്യങ്ങളൊക്കെ അറിയേണ്ട ആവശ്യകതയാണ്. നമ്മൾ ഇത്രയും നോളേജ് ഉണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റും. പിന്നെ ഒള്ളിയ ഫ്യൂ വരുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രത്യേകം ശ്രദ്ധിക്കും. അത്രയും കാര്യങ്ങളേ ഉള്ളൂ. അതേവൈസ് നമുക്ക് പോസിബിലിറ്റി, നമുക്ക് സാധാ സിലോജിസം തറവാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് പോസിബിലിറ്റിയുടെ പ്രശ്നങ്ങളും മാറി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ ക്ലാസ് ഒന്നും കൂടെ ഒന്ന് കേട്ട് തറവാക്കിയതിന് ശേഷം കുറേ പോസിബിലിറ്റിയുടെ ക്വസ്റ്റ്യൻസ് എടുത്ത് വെച്ച് ഈ പഠിച്ച ലോജിക് വെച്ച് ഈ ക്ലാസ് 2-3 തവണ കേൾക്കണമെന്ന് വെച്ച് പറഞ്ഞാൽ എന്താ വെച്ചാൽ കേൾക്കുക മാത്രമല്ല നിങ്ങൾ സോൾവ് ചെയ്യണം. ക്വസ്റ്റ്യൻ അങ്ങ് പോസ് ചെയ്തിട്ട് നിങ്ങൾ
തനിയെ അത് ടപ്പേന്ന് പറഞ്ഞ് കിട്ടണം, അതുവരെ ചെയ്യണം. ചെയ്ത് ഇത് തറവാക്കിയിട്ട് എക്സ്ട്രാ ക്വസ്റ്റിനിലേക്ക് പോകും. ഇത് എപ്പോഴും സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ആ പഠിപ്പിക്കുന്ന ക്വസ്റ്റൻ തറവാക്കാൻ നമ്മൾ എക്സ്ട്രാ എടുത്ത് ചെയ്യാൻ നോക്കും. അപ്പോൾ നമുക്ക് പിന്നെയും കിട്ടാതാകുമ്പോൾ നമ്മുടെ കോൺഫിഡൻസിനെ ബാധിക്കത്തില്ലേ. അതാ പറഞ്ഞത് ക്ലാസ്സിലത് അതെന്തായാലും ഞാൻ പറഞ്ഞു തരുമല്ലേ, അത് നിങ്ങൾ തറവാക്കി 2 തവണ കേട്ട് പെർഫെക്റ്റ് ആക്കിയിട്ട് പിന്നെ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് എടുത്ത് ഈ പഠിച്ച ലോജിക്ക് അപ്ലൈ ചെയ്ത് നോക്ക്, അപ്പോൾ കിട്ടിക്കോളും. ഓക്കെ, അപ്പോൾ ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.